നമ്മുടെ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരികയും പൊതുജന സമക്ഷം അത് വിവരിക്കുകയും ചെയ്യുകയാണ്. 1970 മുതലേ നമ്മുടെ രൂപീകരണ കാലം തൊട്ടേ ഇന്ത്യൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൃത്യമായ കാഴ്ചപ്പാടുകൾ അത് ഏത് നിലയ്ക്ക് അഭിസംബോധന ചെയ്യപ്പെടണമെന്നും എങ്ങനെയൊക്കെ അത് സംഘടിപ്പിക്കപ്പെടണമെന്നും ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും എന്നതിനെക്കുറിച്ച് എല്ലാ കാലഘട്ടത്തിലും രാജ്യം ഭരിക്കുന്നവരോട് നിരന്തരമായി കലഹിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞ 50 വർഷങ്ങളിലേറെയായി ഇന്ത്യയിലെ ഇത്രയധികം വ്യത്യസ്തമായ സംസ്കാരങ്ങളോടും ഭാഷകളും എല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ വ്യത്യസ്ത വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും നമ്മുടെ പ്രത്യയശാസ്ത്രവും നമ്മുടെ ലക്ഷ്യവും മുൻനിർത്തി വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് രാജ്യമെമ്പാടുമുള്ള പോരാട്ടങ്ങൾ നയിക്കാനും മറന്നുപോയിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നീറ്റ് CBSE വിഷയം രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാകുമ്പോൾ തന്നെയും കേരളം പോലെ മതനിരപേക്ഷതയ്ക്കും ഇടതുപക്ഷത്തിനും കരുത്തുള്ള ഇടങ്ങളിൽ ഇന്ന് നമ്മൾ ഒത്തുകൂടുന്നത് പോലെയും ഉത്തർപ്രദേശിൽ ഗോരഖ്പൂരിലും ലക്നൌവിലും ഒക്കെയും നമ്മുടെ പതാകയേന്തി നമ്മുടെ സഖാക്കൾ സമരത്തിലാണ്. ബംഗാളിലും ത്രിപുരയിലും ഡൽഹിയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഇന്ത്യയിലെമ്പാടും വിദ്യാർത്ഥി സംബന്ധിയായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെപ്പോലെ വിദ്യാർത്ഥികൾ അവിടെ സമരത്തിലാണ്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഇതുപോലൊരു സമരം ഉത്തർപ്രദേശിൽ ഗോരഖ്പൂരിൽ നടന്നെന്ന് വരില്ല. പക്ഷേ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യവും അവർ വിളിക്കുന്ന മുദ്രാവാക്യവും ഈ രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ബോധ്യത്തിൽ എല്ലാ മനുഷ്യരും അതിനോടൊപ്പം ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിലെമ്പാടും SFI ഏറ്റെടുക്കുന്നു? അതിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. 23 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയമാണ് നീറ്റ്. നീറ്റ് പരീക്ഷ എന്നതിനെ കുറിച്ച് നമുക്കറിയാം. രാജ്യത്ത് കേന്ദ്ര സർക്കാർ സംഘപരിവാറിന്റെ അധികാരവാഴ്ചയ്ക്ക് ശേഷം 2014 ശേഷം വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് സെൻട്രൽ ലിസ്റ്റിലേക്ക് എത്തിക്കാനുള്ള വ്യാമോഹവുമായി കൊണ്ടു നടക്കുന്ന ആളുകളാണവർ. പക്ഷേ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ എല്ലാ അധികാരങ്ങളും കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് താനും. സംസ്ഥാനങ്ങളുടെ സർവകലാശാലകളുടെ മേലിലുള്ള അധികാരം, സംസ്ഥാനങ്ങളുടെ പരീക്ഷാ നടത്തിപ്പ്, അതിന്റെ സിലബസ് രൂപീകരിക്കൽ, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഇടപെടലുകൾ, നയസമീപനങ്ങൾ, ഇങ്ങനെ സർവത്രത്തിലും കാവ്യവൽക്കരണത്തിന്റെ നിർബന്ധ ബുദ്ധി നമുക്കുമേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായ വിമർശനങ്ങൾ അത് തുടങ്ങുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും മുന്നിൽ നിന്ന സംസ്ഥാനങ്ങളായിരുന്നു കേരളവും തമിഴ്നാടും. നീറ്റിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് സങ്കീർണമായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എത്രയധികം വിദ്യാർത്ഥികളാണ് ഒരു പരീക്ഷ എഴുതി പൂർത്തീകരിച്ച് ഈ രാജ്യത്ത് റിസൾട്ട് കാത്തിരുന്ന് ആ പരീക്ഷ അട്ടിമറിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ മരിക്കേണ്ടി വരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിനോ മറ്റേതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസോ ഏതെങ്കിലും വിധത്തിൽ ഈ സമൂഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതോ മറ്റേതെങ്കിലും സമരങ്ങളോ ഒന്നുമല്ല. തങ്ങൾ പഠിച്ചു, പരീക്ഷ എഴുതി എന്ന കാരണത്താലാണ് ഈ രാജ്യത്ത് 8 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത്. ഐജ മഹേഷ് എന്ന കാസർകോട്ടെ ഉദുമയിലെ ഒരു ബാലിക പാലയിലെ ബ്രില്യൻ കോച്ചിങ് സെന്ററിലേക്ക് പോയി അവിടെ നിന്ന് പഠിച്ച് ഈ പരീക്ഷ പാസ്സാവണമെന്ന് കഴിഞ്ഞ കുറെ വർഷമായി അദ്ദേഹത്തിന്റെ അഭിലാഷം. അതിനെ തകർത്തെറിഞ്ഞത് ആരാണ്? ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ല. ഈ ചോദ്യങ്ങൾ ആരും മുഖവിലക്കെടുക്കുന്നില്ല താനും.
സ്വാഭാവികമായും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ നമ്മുടെ വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ഈ നാടിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ രാജ്യത്ത് രക്ഷയില്ല എന്നാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ഗതി എന്താണ്? ഈ രാജ്യത്തിന്റെ ഭാവി എന്താണ്? ഈ ചോദ്യം പ്രസക്തമാണ്. ഈ പ്രസക്തിയേറിയ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിനോടും ഭരണകൂടത്തോടും ചോദിക്കുക എന്ന ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുഴുവൻ വലതുപക്ഷ സംഘടനകൾ മറന്നാലും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI അത് മറക്കില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഇത്തരമൊരു സമരം. ഇന്നലെ രാപ്പകൽ സമരത്തിലായിരുന്നു കേരളത്തിലെ 14 ജില്ലകളിലും ഞങ്ങൾ. മെനഞ്ഞാന്ന് 209 കേന്ദ്രങ്ങളിൽ, ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു. കോച്ചിങ് സെന്ററുകളുടെ മുന്നിലും CBSE സ്കൂളുകളുടെ മുന്നിലും ലഘുലേഖയുമായി ഞങ്ങൾ എത്തി. കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചുമായി ഞങ്ങൾ ഒരാഴ്ച മുമ്പെത്തി. ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മാത്രമല്ല, ഈ വിദ്യാർത്ഥികളുടെ മരണത്തിന് ഉത്തരം നൽകണം. ജുഡീഷ്യൽ അന്വേഷണം വേണം. NTA പിരിച്ചുവിടണം. നിരവധിയായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യമെമ്പാടുമുള്ള സമരമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ആ സമരത്തിന്റെ തുടർച്ചയാണ് ഇവിടെ. എന്തുകൊണ്ടാണ് ഇതൊക്കെ അട്ടിമറിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും നമുക്കുണ്ട്. സംഘപരിവാറിന് പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസം തകർക്കപ്പെടണം. ജാതിയിലും മതത്തിലും ഊന്നിയിട്ടുള്ള മതവർഗീയവാദത്തിന് കൂടുതൽ സാധ്യതകൾ ഉയർന്നു വരണം. സാംസ്കാരിക ദേശീയത രാജ്യത്തിന്റെ പൊതുമുദ്രയായി മാറണം. അതിനൊക്കെയും രാജ്യത്ത് ഇവരുടെ മനുവാദ സിദ്ധാന്ത പ്രകാരം ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും വൈശ്യനും അവർ ചെയ്തിരുന്ന ജോലിയും മാത്രമായി പരമ്പരകൾ ചെയ്യണമെന്ന ആശയധാരയുമായി മുന്നോട്ട് വെക്കുന്ന സംഘപരിവാർ രാജ്യത്ത് വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് വരുന്ന SC, ST, OBC വിഭാഗങ്ങൾ ഇനി വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി NEP വന്നു. അതിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ CBSE സിലബസുകളിൽ നിന്ന്, പാഠ്യഭാഗങ്ങളിൽ നിന്ന് മുഗൾ ചരിത്രം എടുത്തുമാറ്റപ്പെടുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം 1857 മുതൽ 1947 വരെയുള്ള സുദീർഘമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന രാജ്യമെന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ആകെ തട്ടിയെറിഞ്ഞുകൊണ്ട് ഈ ചരിത്രമല്ല നിങ്ങളുടെ ചരിത്രമെന്ന് നമ്മെ നോക്കി പറയുന്നു. അത് ഹിന്ദു ചരിത്രമെന്നും ഇസ്ലാം ചരിത്രമെന്നും ആധുനിക ചരിത്രമെന്നും മൂന്നാക്കി തിരിക്കുന്നു. ജെയിംസ് മിൽ എന്ന ബ്രിട്ടീഷുകാരൻ എഴുതിയ ഇന്ത്യൻ ചരിത്രമാണ് നിങ്ങളുടെ ചരിത്രമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ജെയിംസ് മിൽ ഇന്ത്യയിൽ ഒരിക്കലും വന്നിട്ടില്ലെന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെയും ഇങ്ങനെ മനുഷ്യർക്കെതിരെ, മനുഷ്യവിരുദ്ധമായി, ഇന്ത്യ വിരുദ്ധമായ കാഴ്ചപ്പാടുകളുമായി ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന് നീറ്റ് പരീക്ഷ നടത്തണമെന്ന് നിർബന്ധമേ ഇല്ല. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഭാഗമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന പരീക്ഷയിൽ +2 പരീക്ഷ എഴുതി അതിന്റെ മാർക്കിന് വേണ്ടി കാത്തുനിന്ന വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് വന്നത് കൊടിയ ദുരന്തമാണ്. 90% നേടിയ വിദ്യാർത്ഥികൾ പൊടുന്നനെ റിസൾട്ട് കാണുമ്പോൾ 60% നേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ അതിശയോക്തിയെ നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? ഈ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമോ? ഇതിനെതിരെ പോരാടാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ? സ്വാഭാവികമായും നമ്മളെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് ഇതിന്റെ മുന്നിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ശക്തമായി നമുക്കതിനെതിരെ ശബ്ദിച്ചേ മതിയാകും. CBSEയുമായി ബന്ധപ്പെട്ട് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റമാണ് ഈ രാജ്യത്ത് CBSE അവതരിപ്പിച്ചത്. എന്താണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം? ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കാണേണ്ടത് CBSE അത് ഏൽപ്പിച്ചിരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനത്തിലുള്ള കോംറ്റ് എന്ന കമ്പനിക്കാണ്. 308 കോടി രൂപയ്ക്ക് കോംറ്റ് എന്ന കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വെള്ളരിക്ക പട്ടണത്തിലെ അഴിമതി എന്ന പോലെ കേരളത്തിലെ കണ്ണൂർ സർവകലാശാല 6 മാസങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണ് CBSE 308 കോടി രൂപയ്ക്ക് ഈ പരീക്ഷ നടത്തിപ്പിനുള്ള അവകാശങ്ങൾ എഴുതി കൊടുത്തത്. നമ്മുടെ മുന്നിൽ തന്നെ കൃത്യമായി വ്യക്തമായി തെളിവുകൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തെ ഭരണകൂടം ഇരുട്ടിൽ തൽപ്പുകയാണ്. പരീക്ഷയ്ക്കായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരങ്ങൾ അവസാനിക്കുന്നില്ല. ഇതൊക്കെയും നമുക്കെതിരെയുള്ള ഇടപെടലുകളാണ്. നമുക്കെതിരെയുള്ള ഇടപെടലുകളെ ശക്തിയുക്തം എതിർത്തു തോൽപ്പിച്ച പ്രസ്ഥാനമാണ് SFI. അതിന്റെ ഭാഗമായാണ് എറണാകുളത്ത് നമ്മൾ ഇന്ന് ഇത്തരത്തിലൊരു സംഗമം ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇന്നിവിടെ എറണാകുളം ജില്ലയിലെ മാത്രം വിദ്യാർത്ഥികളാണ് എത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ സമരം രാജ്യമെമ്പാടും കൂടുതൽ വർദ്ധിക്കുമ്പോൾ സംസ്ഥാനത്തെമ്പാടുമുള്ള വിദ്യാർത്ഥി സഞ്ചയം തെരുവിലിറങ്ങി ഈ വിദ്യാർത്ഥികൾക്കായി പോരാടുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് SFIക്ക് വേണ്ടി നടത്താനുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ എത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഖാവ് P. രാജീവാണ്. അദ്ദേഹത്തെ ഏറെ ആവേശത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് M ശിവപ്രസാദാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഏറെ ആവേശത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ഒന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ഇപ്പോൾ ഈ രാജ്യത്തെമ്പാടും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നു ചേർന്ന് ഈ സമരം നടത്താൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗോരഖ്പൂരിലും കശ്മീരിലും മഹാരാഷ്ട്രയിലെ ഊടുവഴികളിലുമൊക്കെയും സംഘപരിവാറാണ് കാത്തു നിൽക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ തെല്ലും വഴക്കാതെ രാജ്യത്തെ SFIയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഖാവ് ആദർശം സജി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ ആവേശത്തോടു കൂടി ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർവകലാശാലകളുടെ കാവ്യവൽക്കരണം അതിശക്തമായി നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സർവകലാശാലകൾ എന്താണെന്ന് ഇടതുപക്ഷം വരച്ചു കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളിൽ. ഈ നാട്ടിലെ സർവകലാശാലകളുടെ VC-മാരായി നമ്മൾ നിയമിച്ചവരുടെ ഒക്കെയും പ്രൊഫൈലുകൾ തന്നെയാണ് അതിനുത്തരം. കണ്ണൂരിൽ ഗോപിനാഥ് രവീന്ദ്രനാവട്ടെ, മറ്റ് സർവകലാശാലയിൽ ജയരാജ് സാറാവട്ടെ, മറ്റെല്ലാവരുമാവട്ടെ, അതുപോലെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇടതുപക്ഷം ഈ കേരളത്തിന് നൽകിയിട്ടുള്ള നമ്മുടെ സംസ്കൃത സർവകലാശാലയുടെ മുൻ VC പ്രിയപ്പെട്ട ഡോക്ടർ ധർമ്മരാജ ഡാട്ടുമാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇവിടെ ഈ സമരത്തിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും എന്നാൽ പോയകാല SFIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് MB ഷൈനി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിനെയും SFIക്ക് വേണ്ടി ഏറെ ആവേശത്തോടു കൂടി ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രശസ്തരായിട്ടുള്ള മറ്റു ചിലർ കൂടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ അസാന്നിധ്യത്തിലും ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. സുനിൽ പിള്ളയുടെ മഷിനെ, TM ഹർഷൻ, അതോടൊപ്പം തന്നെ KJ ജേക്കബ് സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും അവരുടെ അസാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഈ ഇന്ത്യ എമ്പാടും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു മുന്നേറ്റം സോഷ്യൽ മീഡിയയിൽ. എന്നാൽ ആ മുന്നേറ്റത്തെ മുൻനിർത്തി നവമാധ്യമങ്ങളിലും മീഡിയ ചാനലുകളിലും ഒക്കെയും ഒരു പെൺകുട്ടി അതിനുവേണ്ടി സംസാരിക്കാൻ വന്നിരുന്നു. ആ പെൺകുട്ടി പിന്നീട് SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി ഓഫീസും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഞങ്ങൾ ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലായിരിക്കണം എന്നവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ആ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഇഷയെ ഏറെ ആവേശത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് കടന്നു കയറിയിരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എന്റെ കർത്തവ്യം ഇവിടെ അവസാനിക്കുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഹാർദപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ഈ സമര പരിപാടിയുടെ ഭാഗമായ രാഷ്ട്രീയ, സാമൂഹിക, വിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ പ്രിയപ്പെട്ടവരെ, SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറിയും അടങ്ങുന്ന SFIയുടെ പ്രിയപ്പെട്ട സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാർ, ഈ സമര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി എറണാകുളത്തെ വിവിധ ക്യാമ്പസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആവേശകരമായി സമരത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സമര സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നാം ഏറ്റെടുത്തിരിക്കുന്ന ഈ പോരാട്ടത്തിൻ്റെ, സമരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിക്കാൻ രാഷ്ട്രീയ, സാമൂഹിക, വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിന്ന് ഏറെ പ്രഗത്ഭരായ മഹത്വ വ്യക്തികളാണ് ഈ സമരപരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ സംസാരം കേൾക്കാനാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി നമ്മളേവരും ഒത്തുചേർന്നിരിക്കുന്നത് എന്നത് ഈ സമരത്തിൻ്റെ പ്രത്യേകത, ഈ സമരം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിൻ്റെ വിശാലത എത്രത്തോളമാണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്നതാണ്. സംസ്ഥാന സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ വിദ്യാഭ്യാസ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്.
22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ NDA നടത്തിയ നീറ്റ് പരീക്ഷ, 17 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ CBSE നടത്തിയ +2 പരീക്ഷ, 1.7 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ CUET-യുടെ എൻട്രൻസ് പരീക്ഷ. ഇന്നലെ ഇതാ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജികളിലേക്ക് നടത്തിയ NIFT എൻട്രൻസ് പരീക്ഷ ഉൾപ്പെടെ ഈ ഒരു മാസത്തിനിടയ്ക്ക് NDAയും CBSEയും നേതൃത്വം കൊടുത്ത 4 പ്രധാനപ്പെട്ട പരീക്ഷകളാണ് രാജ്യത്ത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കേവലം പരീക്ഷാ അട്ടിമറികൾ മാത്രമല്ലെന്നും ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തി, അവരുടെ വിദ്യാഭ്യാസത്തെ മുൻനിർത്തി കോടികൾ സമ്പാദിക്കാൻ വേണ്ടി കേന്ദ്ര ഭരണകൂടം നടത്തിയ അഴിമതിയാണെന്നതിന് തെളിവുകളാണ് ഈ രാജ്യത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാവിയിൽ പോലും അഴിമതി കലർത്താൻ ഇവർ തയ്യാറാവുകയാണ്. അതിസമ്പന്നന്മാർക്ക് വേണ്ടി, കുത്തക മുതലാളിമാർക്ക് വേണ്ടി, അദാനിക്കും അംബാനിക്കും വേണ്ടി രാജ്യത്തെ തൊഴിലാളിയെയും കർഷകരെയും ദരിദ്രനാരായണനെയും കൊള്ളയടിച്ച ശേഷം അവരെ കൊള്ളയടിച്ച കൊള്ളമുതൽ കൊണ്ടും തൃപ്തി വരാത്തവർ ഇന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഭാവിയിലേക്ക് കടന്നു കയറി നമ്മുടെ ഭാവിയിലും അഴിമതി നടത്താൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിലും അഴിമതി നടത്താൻ ഈ രാജ്യത്ത് പരിശ്രമിക്കുമ്പോ നിശബ്ദമാവാനല്ല, അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് രാജ്യത്തെ വിദ്യാർത്ഥികളും തയ്യാറാവുന്നത്. ഇതുവരെ ഒരു പ്രതിഷേധ പ്രകടനത്തിന് ഇറങ്ങാത്ത, സാധാരണഗതിയിൽ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന് ഉപദേശം നേടിയിരുന്ന വലിയ വിഭാഗം വിദ്യാർത്ഥികൾ പോലും ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ച രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ, സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ ഈ വർത്തമാനകാല ഇന്ത്യയിൽ ഞാനും നിങ്ങളും കാണുകയാണ്. ഈ വർത്തമാനകാല ഇന്ത്യയിൽ അതിശക്തമായ പ്രതിഷേധമാണ് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം വിദ്യാഭ്യാസ മേഖലയിൽ കൊള്ളയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് ഈ യോഗത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. രാജ്യത്ത് സംഘപരിവാരം അധികാരത്തിലെത്തിയ ശേഷം അവർ സ്വീകരിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി പ്രതിഷേധമുയർത്തുന്നവരെ, പ്രതിരോധമുയർത്തുന്നവരെ, പ്രതികരിക്കുന്നവരെ, ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതികളും കൊള്ളകളും തുറന്നു കാണിക്കുന്നവരെ, ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കൊള്ളകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുക എന്നതാണ് സംഘപരിവാരും ഭരണകൂടവും നടത്തുന്ന ഏറ്റവും ഹീനമായ രാഷ്ട്രീയ തന്ത്രം. ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിരുന്ന SFIയിലേക്ക് കടന്നു വരാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ഈ വേദിയിലുണ്ട്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. JNUവിലും ജാമിയ മിലിയയിലും അലിഗഡിലും ഉൾപ്പെടെ രാജ്യ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കരുനിയമങ്ങൾക്കെതിരെ അതിവിശാലമായ സമരങ്ങൾക്ക് SFI നേതൃത്വം കൊടുക്കുമ്പോ അന്ന് ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SFI നേതാക്കന്മാർക്ക് നേർ വിരൽ ചൂണ്ടി കേന്ദ്ര ഭരണകൂടവും ആ കേന്ദ്ര ഭരണകൂടത്തിന്റെ നിയന്ത്രണ വക്താക്കളായ സംഘപരിവാരവും ചേർന്ന് SFI നേതൃത്വത്തെയും സഖാക്കളെയും സമര വിദ്യാർത്ഥികളെയും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടതാണ്. വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും വളരെ നൂതനമായൊരു ചെറുത്തുനിൽപ്പ് മുന്നേറ്റം രാജ്യത്ത് ഉയർന്നു വരുമ്പോഴും ഇതേ ആയുധം കൊണ്ട് അവരെ നേരിടാനാണ് സംഘപരിവാരം ഇപ്പോഴും പരിശ്രമിക്കുന്നതെന്ന് ഞാനും നിങ്ങളും കണ്ടതാണ്. SFIക്ക് ഈ പട്ടം, ഈ ചാപ്പ സംഘപരിവാരം ചാർത്തിത്തരാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായിരിക്കും. CAA-ക്കെതിരെ സമരം ചെയ്തപ്പോ, NEP-ക്കെതിരെ സമരം ചെയ്തപ്പോ, NRC-ക്കെതിരെ സമരം ചെയ്തപ്പോ, രാജ്യത്ത് സമരം ചെയ്ത കർഷകർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചപ്പോ, രാജ്യത്തെ തൊഴിലാളി വർഗം നടത്തിയ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോ ആ വേളകളിലെല്ലാം ഈ രാജ്യദ്രോഹ ചാപ്പ SFIക്കെതിരെ കുത്താൻ സംഘപരിവാരം ആഞ്ഞ് ഈ രാജ്യത്തിനകത്ത് ഇറങ്ങിയതാണ്. ആ സംഘപരിവാരത്തോട് അന്നും ഇന്നും നാളെയും ഒരൊറ്റ കാര്യമേ ഈ രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് SFIക്ക് പറഞ്ഞു വെക്കാനുള്ളൂ. ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാട്ടം നയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളുടെ മക്കൾ, സാധാരണക്കാരന്റെ മക്കൾ, കർഷകരുടെ മക്കൾ, ഏറ്റവും ദരിദ്രമായ കുടുംബങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ, അവന്റെയും അവളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യത്തെ SFI ഏറ്റെടുത്തിരിക്കുന്ന പോരാട്ടം. ആ പോരാട്ടം ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യ
രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സമരമുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ, അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ തെരുവോരങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ തുടർച്ചയായി കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകൾക്കെതിരെ, അഴിമതികൾക്കെതിരെ, കൊള്ളിവെപ്പുകൾക്കെതിരെ, വർഗീയവൽക്കരണത്തിനെതിരെ പ്രതികരിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ ഈ രാജ്യത്തെ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചാക്ഷേപിക്കാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ, അപഹാസങ്ങളുടെ, അപകീർത്തികളുടെ, അപവാദ പ്രചരണങ്ങളുടെ പേമാരി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മേലെ ചൊരിയാനാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, സുനാമി പോലെ രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ രാജ്യദ്രോഹ ചാപ്പയും അപവാദ പ്രചരണം കൊണ്ടിറങ്ങിയാലും ഈ രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരിഞ്ച് പുറകോട്ട് പോകാതെ എല്ലാ അപവാദ പ്രചരണങ്ങളെയും പരാജയപ്പെടുത്തി സാധാരണക്കാരനായ വിദ്യാർത്ഥിയുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിച്ച് ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനമാണ് ഈ സമരത്തിലാവട്ടെ, ഇന്നലകളുടെ സമരത്തിലാവട്ടെ, നാളുകളുടെ സമരത്തിലും SFI ഉയർത്താൻ പോകുന്നത്. ആ സമര ചരിത്രത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എന്നും ഓർത്തു നിൽക്കാൻ കഴിയുന്ന ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് നാം ഈ സമരവേദിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഈ സമരവേദി ചരിത്രത്തിന്റെ ഭാഗമായ സമരവേദിയാണ്. ഈ സമരവേദി രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പോരാട്ടത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിക്കപ്പെടുന്ന സമരവേദിയാണ്. ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികളുടെ ജീവിതത്തിനും ഭാവിക്കും വേണ്ടി നാം നടത്തുന്ന പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഈ സമരവേദി. സഖാവ് ഈ സഞ്ജീവ് സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ IJ ഉൾപ്പെടെ ഈ നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വന്ന 7 വിദ്യാർത്ഥികൾ അവരുടെ ഭാവി നശിച്ചു പോകുമ്പോ, ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, അവരുടെ നഷ്ട സ്വപ്നങ്ങളുടെ തുടർച്ചയ്ക്ക് കൂടി വേണ്ടിയാണ് ഈ പോരാട്ടമെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ആ സമരവേദിയിലേക്ക്, ചരിത്രത്തിന്റെ ഭാഗമായി ഈ പോരാട്ടത്തിലേക്ക് കടന്നെത്തിയിരിക്കുന്ന ഉശിരന്മാരായ സമരസഖാക്കളെ ഹൃദയത്തോട് ചേർത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഐതിഹാസികമായ സമരപ്രക്ഷോഭം തുടർച്ചയായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമരപ്രക്ഷോഭത്തിന്റെ സമാപനം എന്ന നിലയിൽ ഇന്ന് എറണാകുളത്ത് നടന്ന ഈ മഹാറാലിയും ആ മഹാറാലിയുടെ സമാപനം എന്ന നിലയിൽ നടക്കുന്ന ഈ വലിയ രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭമതികളായ രാഷ്ട്രീയ ചിന്തകന്മാർ, നിരീക്ഷകന്മാർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, സമരാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയും രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ രാജ്യസഭയിൽ ഉൾപ്പെടെ സുദീർഘമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവ് P. രാജീവിനെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ ശിവപ്രസാദ്, വേദിയിലുള്ള SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, അഡാട്ട് സാറ്, ഷൈനി, നമ്മുടെ CJP വക്താവ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ പ്രസക്തവും ഗൗരവവുമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് തുടർച്ചയായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ പ്രശ്നം മുൻനിർത്തി സമരമുഖത്തുണ്ട്. കേരളത്തിൽ മാത്രമല്ല, രാജ്യതലസ്ഥാനത്തും ഈ വിഷയം മുൻനിർത്തിയുള്ള സമരം സംഘടിപ്പിക്കാൻ SFIക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും പ്രശ്നത്തിൻ്റെ വിവിധ തലങ്ങൾ ഇവിടെ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു നിര സംസാരിക്കാനുണ്ട്. ദീർഘമായ ഒരു പ്രസംഗത്തിന് തുനിയുന്നില്ല. 23 ലക്ഷത്തിലധികം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. നീറ്റ് പരീക്ഷ രാജ്യത്ത് വരുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം പരീക്ഷാ ക്രമക്കേടുകൾ, വ്യത്യസ്ത പ്രവേശന രീതികൾ,
ഇതൊക്കെ സംബന്ധിച്ചുള്ള കേസുകളുടെ ഒടുവിൽ സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് നീറ്റ് സംവിധാനം നമ്മുടെ രാജ്യത്ത് വരുന്നത്. അന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഫെഡറൽ ഘടനയിൽ അത്തരം പ്രവേശന പരീക്ഷകൾ ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് വരുന്നത് ശരിയായിരിക്കുമോ? ചില സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ, ആ ഘട്ടത്തിൽ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ രാജ്യവ്യാപകമായി മെഡിക്കൽ പ്രവേശനത്തിന് ഒരേ ഒരു പരീക്ഷ എന്ന നിലപാടാണ് സുപ്രീം കോടതിയും അംഗീകാരം നൽകിയത്. പ്രവേശന പരീക്ഷ എന്ന കാഴ്ചപ്പാട് കേരളത്തിൽ ആരംഭിച്ച ഒരു ഘട്ടമുണ്ട്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ 0 മാർക്ക് ബയോളജിക്ക് കിട്ടിയാൽ എങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി? ഇതായിരുന്നു അന്നത്തെ ഒരു വിവാദ വിഷയം. പ്രവേശന പരീക്ഷകളൊന്നുമില്ല. 0+0+2 423 മറ്റോ എഴുതുന്നൊരു ഫോർമുല എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കുറെ കാലമായില്ലോ. അങ്ങനെ പ്രവേശന പരീക്ഷ ഇല്ലാതെ തന്നെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അഡ്മിഷൻ പ്രക്രിയക്കകത്ത് ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് കേരളം എൻട്രൻസ് എക്സാമിനേഷൻ എന്ന നിലപാടിലേക്ക് എത്തിയത്. പിന്നീട് നല്ല രീതിയിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും പ്രവേശന പരീക്ഷ സംവിധാനം നടപ്പിലാക്കി. ഞാൻ ഓർക്കുന്നുണ്ട്, SFIയുടെ സംസ്ഥാന ഭാരവാഹി ആയിരുന്ന ഘട്ടത്തിൽ ഞങ്ങളൊരു സർവേ നടത്തി. ആ സർവേ പ്രവേശന പരീക്ഷാ സംവിധാനം വന്നതിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം കിട്ടിയ കുട്ടികളുടെ അഭിരുചികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അതിനു മുൻപ്, പ്രവേശന പരീക്ഷയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും പഠിച്ച കുട്ടികളുടെ? പ്രവേശന പരീക്ഷ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു? അന്ന് ആ സർവേയിൽ അന്ന് SFI കണ്ടെത്തിയ നിഗമനങ്ങൾ പ്രവേശന പരീക്ഷ വന്നതിന് ശേഷം കൂടുതൽ സമ്പന്ന വിഭാഗങ്ങളുടെ ഒന്നായി ഈ മേഖല മാറി എന്നുള്ളതായിരുന്നു. പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളിലൂടെ പരിശീലനം കിട്ടിയവർക്ക് മാത്രമായി പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടാൻ തുടങ്ങി എന്നതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഒരു പഠനത്തിന്റെ നിഗമനം. അക്കൂട്ടത്തിൽ തന്നെ അഭിരുചികൾ എങ്ങനെ? പല രാജ്യങ്ങൾക്കകത്തും അഭിരുചികളെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രവേശനം. ഒരാൾക്ക് ഡോക്ടർ ആകാനുള്ള അഭിരുചിയുണ്ടോ? ഒരാൾക്ക് എഞ്ചിനീയർ ആകാനുള്ള അഭിരുചിയുണ്ടോ? ഓരോ കുട്ടിയുടെയും അഭിരുചി എന്താണ്? ആ ടെസ്റ്റ് കൂടി പലയിടങ്ങളിലും ഇത്തരം പ്രവേശനത്തിന് മാനദണ്ഡമാക്കാറുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മെഡിസിനാണ് ആഗ്രഹിച്ചത്, പക്ഷെ ആയുർവേദത്തിൽ പെട്ടു. ആയുർവേദമാണ് ആഗ്രഹിച്ചത്, പക്ഷെ BDS പെട്ടു. ഇങ്ങനെ ലഭിക്കും അഭിരുചികൾക്ക് ഒരു താല്പര്യമില്ലാത്ത ഒന്ന്. സാമൂഹ്യ പ്രതിബദ്ധത എത്ര? അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പ്രവേശന പരീക്ഷാ സംവിധാനം തെറ്റായ ജനബിലേക്ക് എത്തി എന്ന് കണ്ടെത്തിയെങ്കിലും പ്രവേശനത്തിന്റെ സുതാര്യതയ്ക്ക് ആ സംവിധാനം തന്നെയാണ് അഭികാമ്യം എന്ന നിലപാടായിരുന്നു അന്ന് പൊതുവെ സ്വീകരിച്ചത്. പല സംസ്ഥാനങ്ങൾക്കകത്തും പ്രവേശന പരീക്ഷകൾ കുഴപ്പത്തിലായി കഴിഞ്ഞപ്പോഴാണ് നീറ്റ് സംവിധാനത്തിലേക്ക് പോകുന്നത്. നീറ്റ് ഇപ്പോ റദ്ദാക്കപ്പെട്ടുവെങ്കിലും ആദ്യമായിട്ടല്ല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ കുഴപ്പത്തിലേക്ക് എത്തുന്നത്. ഓർക്കുന്നുണ്ടാകും, 2024 80-ലധികം കുട്ടികൾക്ക് മുഴുവൻ മാർക്കും കിട്ടി. 720-ൽ 720 മാർക്കും കിട്ടി. സാധാരണ 5-6 കുട്ടികൾക്ക് കിട്ടുന്നത് 80-84 കുട്ടികൾക്ക് 2024 മുഴുവൻ മാർക്കും കിട്ടി. ആ പ്രശ്നം അന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ലീക്കേജുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തി. പരീക്ഷ റദ്ദാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഈ പരീക്ഷയുടെ അട്ടിമറിയുടെ ഭാഗമായി നിരവധി പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജുകൾക്കകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2024 പരീക്ഷ അട്ടിമറിയുടെ ഭാഗമായി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുന്നത് ചില പ്രത്യേക താല്പര്യങ്ങൾ ഭരിക്കുന്ന കക്ഷിക്ക് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അതാണ് അവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചത്. വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ ഇതിനകത്ത് പ്രതിഫലിക്കുന്നു. ഇപ്പോൾ ടെക്നോളജി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ IIM പ്രവേശന പരീക്ഷ, IIT അതിന്റെ അഡ്മിഷൻ പ്രോസസ്, അതിന്റെ സോഫ്റ്റ്വെയർ ആകെ തകരാറിലായി.
വലിയ കമ്പനി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആയിരുന്നു. അത് തകരാറിലായത് കൊണ്ട് അഡ്മിഷൻ പ്രക്രിയ വല്ലാതെ തടസ്സപ്പെട്ടപ്പോ അന്ന് ദ ഹിന്ദു പത്രത്തിൽ IT-യുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ എഴുതുന്ന ഒരാളുണ്ട്, ആനന്ദ് പാർത്ഥസാരഥി. ആനന്ദ് പാർത്ഥസാരഥി അന്ന് എഴുതിയ ലേഖനത്തിന് തലക്കെട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, IIT-യും IIM-ഉം കേരളത്തിലേക്ക് നോക്കൂ. ഇതായിരുന്നു അന്ന് അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ തലവാചകം. അന്ന് കേരളം സ്വയം വികസിപ്പിച്ചെടുത്ത സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ +2 പ്രവേശനം, എഞ്ചിനീയറിംഗ് പ്രവേശനം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ വഴി എങ്ങനെ ഇത്തരം കുഴപ്പങ്ങളിലേക്ക് IIT-യും IIM-ഉം എത്തി. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പഠിക്കണം. ഒരു പൈസ പോലും ചെലവഴിക്കാതെ കേരളത്തിലെ അക്കാദമിക സംവിധാനം വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സുതാര്യമായി ഈ പ്രവേശനമാകെ നടത്താൻ കഴിയുന്നു. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ നിന്ന് പഠിക്കൂ എന്ന് അന്ന് ഹിന്ദു പത്രത്തിൽ ആനന്ദ് പാർത്ഥസാരഥി ലേഖനം എഴുതി. ഇപ്പൊ നമ്മുടെ ഇവിടെ കോളേജുകളിലെല്ലാം ഓൺലൈൻ പ്രോസസ് അല്ലേ, +2 ഓൺലൈൻ പ്രോസസ് അല്ലേ. ഈ പ്രോസസ് എല്ലാം തന്നെ നമ്മുടേതായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയാതെ പോകുന്നത് സുതാര്യമാകണമെന്ന താല്പര്യം ഭരിക്കുന്നവർക്കില്ലാത്തത് കൊണ്ടാണ്. ഈ പ്രശ്നത്തിനകത്ത് ഞങ്ങളെടുത്ത നിലപാട്, ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, മാനവ വിഭവശേഷി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി രാജിവെക്കണം. ഏത് ഏജൻസിക്ക് കൊടുത്തു? ഒത്തിരി ദുരൂഹതകൾ നിലനിൽക്കുന്നു. 23 ലക്ഷം കുട്ടികൾ, ചിലരാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും. റിപ്പീറ്റ് ചെയ്തിട്ട് കഠിനമായി അധ്വാനിച്ച് പ്രവേശനം കിട്ടി എന്ന് അറിഞ്ഞിരിക്കുമ്പോഴാണ് ഈ അട്ടിമറിയുടെ ഭാഗമായി ഇത് റദ്ദാക്കപ്പെടുന്നത്. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറാകാനുള്ള മാനസികമായ കരുത്തില്ലാത്തത് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച കുട്ടികളുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ കാണുമില്ലേ? അപ്പോ അങ്ങേയറ്റം നിരുത്തരവാദപരമായി തെറ്റായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഭാവിയെ പന്താടുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്ന കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി മന്ത്രി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടോ ഏജൻസിയെ മാറ്റിക്കൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തെ ഉന്നത നീതിപീഠം ഇക്കാര്യത്തിൽ ഗൗരവമായ അന്വേഷണം നടന്ന് ഈ പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും സമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തുമെന്ന് ഉറപ്പുവരുത്തണം സുപ്രീം കോടതി. അവരാണ് ഈ സംവിധാനം രാജ്യത്തിന് വേണമെന്ന് പ്രഖ്യാപിച്ചത്. ഓരോ സംസ്ഥാനത്തിന്റെയും താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരവർക്ക് ഫെഡറൽ സംവിധാനം അനുസരിച്ചുള്ള പരീക്ഷ നടത്താൻ ആവശ്യമുണ്ട നിരാകരിച്ചത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഈ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് CBSE-യുടെ 12ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ പുതിയ സംവിധാനത്തിന്റെ ആഘാതം നിരവധി കുട്ടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. 17 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. സ്ക്രീനിൽ നോക്കിക്കൊണ്ട് മാർക്ക് ഇടുക, ഓൺ സ്ക്രീൻ മാർക്കിംഗ്, OSM. ആദ്യം പറഞ്ഞ റോബോട്ടിക് സ്ക്രീനിങ് ആണ്. റോബോട്ടിക് സ്കാനിങ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീനിങ് ആയിരുന്നു ആദ്യത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഒരു കമ്മിറ്റിക്ക് വേണ്ടി മാറ്റി. മാർക്ക് കുറഞ്ഞ കുട്ടികൾ ആകെ ആശങ്കപ്പെട്ട് റിവാലുവേഷന് മുൻപായി ഉത്തരക്കടലാസുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോ ലഭിച്ച ഉത്തരക്കടലാസ് പരീക്ഷ എഴുതിയ കുട്ടിക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് വായിച്ചിട്ട് എങ്ങനെ അധ്യാപകൻ മാർക്കിട്ടു? ഈ 17 ലക്ഷം കുട്ടികളിൽ നല്ലൊരു ശതമാനവും ഇപ്പോ ആശങ്കയിലാണ്. എഞ്ചിനീയറിംഗ് പ്രവേശനം തീരുന്നു, ലോ കോളേജ് പ്രവേശനം തീരുന്നു, കോളേജ് പ്രവേശനം തീരുന്നു. ഈ മാർക്ക് ഇനി റിവാല്യൂ ചെയ്ത് തിരിച്ചെത്തുമ്പോ അതിനു വേണ്ടി കാത്തുനിന്നാൽ 1 വർഷം നഷ്ടപ്പെടുമെന്ന സ്ഥിതിയിലേക്ക് CBSE കുട്ടികൾ എത്തുന്നു. അതുകൊണ്ട് അതീവ ഗൗരവമായ പ്രശ്നമാണ് വിദ്യാർത്ഥി സംഘടന ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ ഈ പ്രക്ഷോഭം ഈ പ്രശ്നത്തിന്റെ ആഘാതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിലേക്കും എത്തണം. SFIയുടെ ഒരു ഏരിയ കമ്മിറ്റിയുടെ അതിർത്തിക്കകത്ത് എത്ര കുട്ടികൾ നീറ്റ് എഴുതിയിട്ടുണ്ട്, എത്ര കുട്ടികൾ CBSE-യുടെ 12ാം പരീക്ഷ എഴുതിയിട്ടുണ്ട്,
ആ ഓരോ കുട്ടിയുടെ വീട്ടിലേക്കും സംഘടനയുടെ പ്രതിനിധികൾ ചെല്ലണം. അവ സംബന്ധിച്ചൊരു വിപുലമായൊരു ഡാറ്റാബേസ് വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടാകണം. അവരെ ആകെ ഈ പ്രശ്നത്തിന് പുറകിൽ അണിനിരത്താൻ കഴിയണം. ഇനി പുതിയ പരീക്ഷ ലോക്ക്ഡൌൺ ഒക്കെ വച്ചിട്ടാണ് നടത്താൻ പോകുന്നതെങ്കിലും അതിന്റെ ആശങ്കകൾ നിൽക്കുന്നുണ്ട്. ആ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മാനസികമായി കരുത്തു നൽകാൻ ആവശ്യമായ സംവിധാനങ്ങൾ വിദ്യാർത്ഥി സംഘടന ഏർപ്പെടുത്തണം. പലരും വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരിക്കും. പരീക്ഷ എഴുതി, പ്രവേശനം കിട്ടി എന്ന് ഉറപ്പു വന്നു, പുതിയ റദ്ദാക്കൽ വന്നു, ഇനി പരീക്ഷ വീണ്ടും എഴുതണം. ആ കുട്ടികൾക്കൊപ്പം നിൽക്കണം, മാനസികമായി കരുത്തു നൽകണം. ആ ഉത്തരവാദിത്വം കൂടി വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കണം. ഒരു വശത്ത് ഇതിനെ കുറ്റക്കാരെ സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രക്ഷോഭം എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തി സംഘടിപ്പിക്കുന്നതോടൊപ്പം ഇത്തരം ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം. അതോടൊപ്പം നിയമപരമായ പിന്തുണ ആവശ്യമാണോ? ആ നിയമപരമായ പിന്തുണ ആവശ്യമാണെങ്കിൽ അതിനുള്ള പ്രത്യേക സംവിധാനവും വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കണം. ഇന്നത്തെ കാലത്തിനനുസൃതമായി പുതിയ പ്രചരണ പ്രക്ഷോഭ രീതികളിലൂടെ ഈ പ്രശ്നത്തെ ജനകീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ SFIക്ക് കഴിയും. പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളെ ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് മാത്രം അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. ഇത് സാധാരണ SFI പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപ്പുറത്തുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ്. ഈ പ്രശ്നത്തിന്റെ ആഘാതം അനുഭവിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും. അവരെ കൂടി കണ്ണു ചേർക്കാൻ അതിന് നിങ്ങൾക്ക് കഴിയണം. അതിനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു കൂടി SFIക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് ആദർശം സജിയെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്യുക. ഈ സമരസംഗമത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് M ശിവപ്രസാദ്, ഈ സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് P രാജീവ്, ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് PS സഞ്ജീവ്, ഇവിടെ നമ്മളോടൊപ്പം ഈ സമരസംഗമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ് ആടാട്ട്, ഇവിടെ എത്തിച്ചേരുന്ന TM ഹർഷൻ, സുനിൽ പീളയിടം, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന MB ഷൈനി, അതോടൊപ്പം തന്നെ KJ ജേക്കബ്, അതോടൊപ്പം തന്നെ ഈ സമരസംഗമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ, സുഹൃത്തുക്കളെ, 2017 മുതൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുന്ന ഒരു ഇൻകപ്പാസിറ്റി ഇല്ലാത്ത, ഇവിടെ അധ്യക്ഷ പ്രാസംഗികനും സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടന പ്രാസംഗികനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പരീക്ഷ നടത്തുന്നതിനുള്ള യാതൊരു സാങ്കേതികമായ പരിജ്ഞാനമോ അറിവോ ശേഷിയോ ഇല്ലാത്ത ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അത് അതിൻ്റെ പേരിൽ നിന്ന് മാറി നാഷണൽ ട്രോമ ഏജൻസി എന്നോ അതോ നാഷണൽ ടോർച്ചറിങ് ഏജൻസി എന്നോ മാറ്റേണ്ട സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. 2017 മുതൽ SFI ഇതിനെതിരായിട്ടുള്ള സമരത്തിലാണ്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലം സഖാവ് P രാജീവ് ഇവിടെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസം എന്നത് അടിയന്തര അവസ്ഥ കാലത്തിന് മുമ്പ് വരെ സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു. 1976 കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത്. അതിനുശേഷം 1986 കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന ഘട്ടത്തിലാണ് അന്നത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986, അവിടെയാണ് റെക്കമെൻഡേഷൻ വരുന്നത്, ഈ പരീക്ഷകളെയെല്ലാം കേന്ദ്രീകരിക്കുന്നതിൻ്റെ റെക്കമെൻഡേഷൻ. അത് പിന്നീട് 2017 അത് BJPക്ക് ആദ്യ ആയുധമായി, കോൺഗ്രസ് കൊടുത്ത ആയുധമാണ്. ആ ആയുധം കൃത്യമായി
രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി അവർ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ പൂർണ്ണമായി സെൻട്രൽ ലിസ്റ്റിലേക്ക് എങ്ങനെ മാറ്റാം, അതിൻ്റെ പരിണിതമായ ഫലങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 വന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നത് അതിൻ്റെ ഒരു എഫക്റ്റാണ്. 2017 മുതൽ ഞാൻ അവിടെ സൂചിപ്പിച്ചു SFI സമരരംഗത്താണ്. 2017 മുതൽ 2026 വരെയുള്ള കാലഘട്ടം. ഇപ്പൊ ഈ നീറ്റിന്റെ ഈ ക്രമക്കേടിന്റെ ആരോപണം വരുന്നത് 2026 മാത്രമല്ല. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 89-ലധികം തവണയാണ് ചോദ്യ പേപ്പർ ചോർന്നത്. 46-ലധികം തവണയാണ് പുനർപരീക്ഷ നടന്നത്. നമ്മൾ തൊട്ടടുത്ത് തന്നെ പത്രങ്ങൾ പഠിച്ചു 2024 സമാനമായ മാതൃകയിൽ നീറ്റിന്റെ പരീക്ഷാ പേപ്പർ ചോർന്നു, നെറ്റ് പരീക്ഷ റദ്ദു ചെയ്തു. ഇന്ന് 2026 സമാനമായി 22 ലക്ഷം വിദ്യാർത്ഥികളെ ഇന്നത്തെ യൂണിയൻ ഗവൺമെന്റ്, ഇന്നത്തെ MHRD ഡിപ്പാർട്ട്മെന്റ്, നരേന്ദ്രമോദിയും ധർമ്മേന്ദ്ര പ്രധാനും നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങളെ പറ്റിയുള്ള ഒരു കൺസേൺ ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണല്ലോ 22 ലക്ഷം പേരുടെ എഴുതിയ പരീക്ഷ. ഇപ്പോൾ ഒരു ദിവസം രാവിലെ പോയി എഴുതുന്ന പരീക്ഷയല്ലല്ലോ. നിങ്ങളുടെ 17 വയസ്സ് വരെയുള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ആ പരീക്ഷ. ഏതൊരു അമ്മമാർക്കും മാതാപിതാക്കൾക്കും ആഗ്രഹം കാണും തൻ്റെ മക്കളെ ഒരു ഡോക്ടറാക്കുക, എഞ്ചിനീയർ ആക്കുക, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട തൊഴിൽ അവർക്ക് പ്രാവർത്തികമാക്കി കൊടുക്കുക. അതിന്റെ ഭാഗമായി വലിയ സാമ്പത്തികമായും മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയ നിലയിൽ അവർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വന്ന് നീറ്റിലേക്ക് മാറിയപ്പോൾ സാധാരണപ്പെട്ട കുട്ടികൾക്ക്, സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ മെഡിക്കൽ വിദ്യാഭ്യാസം എന്നതൊരു സ്വപ്നമായി മാറി. കാരണം എന്താ? +2 കഴിഞ്ഞാൽ നേരിട്ട് പോയി ആ പരീക്ഷ, +2-ൽ 99% മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഈ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി 1, 2, 3, 4, 5 ലക്ഷമോ ചെലവാക്കിയെങ്കിൽ മാത്രമേ ഈ പരീക്ഷ ക്രാക്ക് ചെയ്ത് വിജയിക്കാൻ വേണ്ടി പറ്റൂ. അതാണ് ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു കച്ചവടത്തിന്റെ മാതൃക. ഇതിൽ പലരും നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളായിരിക്കും. ഈ പരീക്ഷയിൽ +2 പരീക്ഷയിൽ മെച്ചപ്പെട്ട 90%-ലധികം മാർക്ക് മേടിച്ച വിദ്യാർത്ഥികളായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ മത്സര പരീക്ഷയിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നത് എന്താ? അത് ആ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണത്തിന്റെ ഒരു പ്രതിഫലനമാണ്. 3 ലക്ഷം കൊടുത്ത് കോച്ചിങ് മാഫിയയ്ക്ക് കീഴ്പ്പെട്ടാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതല്ലെങ്കിൽ പോലും നിങ്ങൾ 12 മണിക്കൂറോ 14 മണിക്കൂറോ എന്ത് ത്യാഗമോ ആ കുട്ടികൾ സഹിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം കളിക്കേണ്ട സമയം, സാമൂഹികമായി നമ്മൾ ഇടപെടേണ്ട സമയം, ആ സമയങ്ങളെല്ലാം കളഞ്ഞ് ഈ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ഒരു മെഡിക്കൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ മെയ് മാസം 3-ാം തീയതി പറയുന്നു ഞങ്ങൾ ഈ പരീക്ഷ റദ്ദ് ചെയ്തു. എന്താ കാരണം? ആ വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരാജയം, ആ പരീക്ഷ നടത്തിപ്പിലുള്ള പരാജയം, അത് വിദ്യാർത്ഥികളുടെ പരാജയമാണോ? വിദ്യാർത്ഥികളുടെ പ്രതിസന്ധിയാണോ? ഇത്രയും നാളെടുത്ത കഷ്ടപ്പെട്ട എഫേർട്ട് ഒറ്റ ദിവസം കൊണ്ട് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 22 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഈ പരീക്ഷ റദ്ദ് ചെയ്ത് പുനർപരീക്ഷ എഴുതുന്ന ഒരു പ്രശ്നം മാത്രമല്ല, എത്ര മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും ആ വിദ്യാർത്ഥികൾ പോകുന്നത്. നമുക്കറിയാം, 10ലെ പരീക്ഷയോ +2-ലെ പരീക്ഷയോ ഡിഗ്രി പരീക്ഷയോ കഴിഞ്ഞാൽ ആ പരീക്ഷ കഴിയുന്ന ദിവസം നമുക്കുണ്ടാവുന്ന ഒരു ആവേശം, സന്തോഷം. കാരണം നമ്മൾ ഇത്രയും നാളെടുത്ത ഒരു എഫേർട്ട്, അതിൻ്റെ ഒരു വിജയം നമുക്ക് ലഭിക്കും. ആ പരീക്ഷ റദ്ദ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ആ മാനസിക സംഘർഷത്തിലേക്ക്. അപ്പം അതിൻ്റെ ഫലമാണ് മെയ് 3-ന് ശേഷം ഏകദേശം 8ഓളം വിദ്യാർത്ഥികളെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഗവൺമെന്റ് അതിൻ്റെ കപ്പാസിറ്റി ഇല്ലായ്മ കൊണ്ട് മരണത്തിലേക്ക് തള്ളി നീക്കുക. അതൊരു ആത്മഹത്യ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കത്തില്ല. അതൊരു തരത്തിൽ കൊലപാതകമാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഈ വ്യവസ്ഥിതിയുടെ പരാജയം കൊണ്ട്, അവരുടെ കപ്പാസിറ്റി ഇല്ലായ്മ കൊണ്ട് മരണത്തിലേക്ക് തള്ളിയിടുന്ന. അതാണ് 8 വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതിയതിന്റെ ഈ റദ്ദ് ചെയ്തതിന്റെ ഭാഗമായി ജീവിതം അവസാനിപ്പിക്കണ്ടേ. ആകാംക്ഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി എഴുതിയ
കുറിപ്പിൽ, മരണത്തിന് മുമ്പ് എഴുതിയ കുറിപ്പിൽ അദ്ദേഹം എഴുതുന്നു, അമ്മയോടും അച്ഛനോട് ക്ഷമ ചോദിക്കുകയാണ്. ഈ പരീക്ഷ എനിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു എന്ന ഉറച്ച വിശ്വാസം ആ കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരു പരീക്ഷ അതിൽ വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അങ്ങനെ സ്വപ്നം കാണാൻ സാധിക്കുന്നില്ല. അത്തരത്തിലൊരു മാനസിക സംഘർഷത്തിലൂടെ പോകുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു, എൻ്റെ അമ്മയോടും അച്ഛനോടും മാതാപിതാക്കളും ക്ഷമ ചോദിച്ചുകൊണ്ട്. ആ നിലയിൽ 8ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കി. 22 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ മാനസിക സംഘർഷത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഘട്ടത്തിൽ മെയ് 3-ാം തീയതി തന്നെ MHRD മിനിസ്ട്രിയിലേക്ക് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും സ്ക്രാപ്പ് NDA എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്തിയ സംഘടനയാണ് SFI. ഇന്ന് വരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം 723-ലധികം കേന്ദ്രങ്ങളിൽ 22 സംസ്ഥാനങ്ങളിലായി SFI സമര പ്രക്ഷോഭം നടത്തി. ഏകദേശം 600-ലധികം വരുന്ന വിദ്യാർത്ഥികളെയാണ് ഈ രാജ്യത്താകമാനത്തിന് അറസ്റ്റ് ചെയ്തത്. 16ഓളം വിദ്യാർത്ഥികളെയാണ് ജയിലിൽ അടച്ചത്. ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത സഹാക്കൾ തന്നെ കോട്ടയം ജില്ലാ ഭാരവാഹികൾ, നമ്മുടെ കോട്ടയത്തുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ നിലയിൽ ഇതിനെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് SFI രാജ്യവ്യാപകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നീറ്റ് വിഷയം മാത്രമല്ല, CBSE വിദ്യാർത്ഥികൾ ഏകദേശം 17 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് ആ പരീക്ഷ എഴുതിയത്. വേദാന്ത് എന്ന് പറയുന്ന ഒരു കുട്ടി +2 പരീക്ഷ കഴിഞ്ഞു, 17 വയസ്സ് മാത്രമുള്ള കുട്ടി. അവന്റെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, വേദാന്തിന്റെ പരീക്ഷ എഴുതിയ മാർക്ക് കുറഞ്ഞു. ആ പരീക്ഷ പുനർമൂല്യം കിട്ടണം, ആ പരീക്ഷ ആൻസർ ഷീറ്റ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അപേക്ഷ കൊടുത്തു. ആ കുട്ടിക്ക് CBSE അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ അയച്ചു കൊടുക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ആൻസർ ഷീറ്റ് അല്ല. ആ കുട്ടി ട്വിറ്ററിൽ അത് പോസ്റ്റ് ചെയ്യുന്നു, CBSEക്ക് തെറ്റുപറ്റി. അപ്പൊ എന്താ, തൊട്ടടുത്ത ദിവസം ആ കുട്ടി പാകിസ്ഥാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൂരദർശനിലെ മോദിയുടെ അന്ധഭക്തനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നു അദ്ദേഹം പാകിസ്ഥാനിയാണ്, ബംഗ്ലാദേശികളാണ് ഈ സർക്കാരിനെതിരെ ഈ സമരം നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള. കാരണം 17 വയസ്സുള്ള തൻ്റെ മെച്ചപ്പെട്ട് പഠിച്ച് മാർക്ക് ലഭിക്കേണ്ട മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥി അത് ചോദിച്ച് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഈ പരീക്ഷ നടത്തിപ്പിൽ, അതിന്റെ വാല്യുവേഷനിൽ തെറ്റുപറ്റി, പിശക് പറ്റി എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ പാകിസ്ഥാനി എന്ന് മുദ്ര കുത്തുന്ന സാഹചര്യം. ആ നിലയിൽ എതിർ ശബ്ദം ഉയർത്തുന്നവരെ, തെറ്റിനെതിരായ വിരൽ ചൂണ്ടുന്നവരെ ആക്രമിക്കുന്ന സമീപനവുമായി രാജ്യവിരുദ്ധരായി പ്രഖ്യാപിക്കുന്ന സമീപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര? 17 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളെ. ഇവിടെ സ്വാഗത പ്രസംഗികൻ സൂചിപ്പിച്ചതുപോലെ ആ പരീക്ഷാ നടത്തിപ്പിനുള്ള അവകാശം എങ്ങനെയാണ് കോംപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ലഭിക്കുന്നത്? കണ്ണൂർ സർവകലാശാലയിൽ മാത്രം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഏജൻസി അല്ല കോംപ്റ്റ്. നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഇതേ സമാനമായ മാതൃകയിൽ പരീക്ഷ നടത്തി അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. തെലങ്കാനയിൽ 2019 ഇന്റർമീഡിയറ്റ് പരീക്ഷ ഈ കോംപ്റ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ് നടത്തിയത്. ഏകദേശം ആ പരീക്ഷയുടെ അപാകത കാരണം 23-ലധികം വരുന്ന വിദ്യാർത്ഥികളെയാണ് ആത്മഹത്യയിലേക്ക് തള്ളി നീക്കിയത്. ആ നിലയിൽ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി, ഒരു ഫേം, അതിന് പരീക്ഷാ മൂല്യനിർണ്ണയത്തിനുള്ള OSM സ്ക്രീനിങ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ക്രമീകരണം നടത്തുന്നതിന് വേണ്ടി, ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി അതിനെ ചുമതലപ്പെടുത്തുന്നു. അത് നമ്മൾ പരിശോധിക്കണം. 3ാമത്തെ ടെൻഡറിലാണ് ആ ഏജൻസിക്ക് ഈ കരാർ ലഭിക്കുന്നത്. ആദ്യത്തെ 2 തവണയും മറ്റ് കമ്പനികൾ അപേക്ഷിച്ചു, അവർക്ക് കൊടുത്തില്ല. 3ാമത്തെ തവണ ഈ കമ്പനിക്ക് കൊടുക്കുമ്പോൾ, കോംപ്റ്റ് എന്ന് പറയുന്ന ഏജൻസിക്ക് കൊടുക്കുമ്പോൾ CBSE ഒരു ഭേദഗതി അതിന്റെ ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു. അതായത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്കും ഈ ടെൻഡറിന്റെ ഭാഗമാകാം. അങ്ങനെയാണ് ഒരു കപ്പാസിറ്റി ഇല്ലാത്ത കോംപ്റ്റ് എന്ന് പറയുന്ന ഏജൻസിക്ക് ഈ പരീക്ഷാ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതല കൊടുക്കുന്നത്. ഇപ്പൊ പല വിദ്യാർത്ഥികളും പറയുന്നത് സ്കാൻ ചെയ്ത് കൊടുക്കണമെന്നാ, അപ്ലോഡ് ചെയ്യണമെന്നാണ്. പക്ഷെ പല കുട്ടികളും അതിന് ആൻസർ ഷീറ്റ് ചോദിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് പല ആൻസർ ഷീറ്റിനകത്തും നിഴല്, അതായത് നമ്മൾ ഫോണിൽ ക്യാമറ എടുക്കുമ്പോൾ ആ നിഴല് കിട്ടും. നമ്മൾ ഫോണിൽ പേപ്പർ സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് പല സ്ഥലത്തും ഇതിന്റെ സ്കാനിങ് പ്രക്രിയ നടത്തിയത്. അതായത് വിദ്യാർത്ഥികളോട്, രാജ്യത്തെ ഭാവിയോടുള്ള പൂർണ്ണമായ വെല്ലുവിളി.
ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ പറ്റി ഒരു കൺസേൺ ഇല്ല, ഞങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള മാധ്യമമായി മാത്രമാണ് ഈ വിദ്യാഭ്യാസത്തെ കാണുന്നത്. അതാണ് കാണുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളി. അതിനെതിരായി രാജ്യവ്യാപകമായി സമരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുക. രാജ്യതലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉത്തരാഖണ്ഡിൽ പങ്കെടുത്തു. ഇവിടെ പറഞ്ഞതുപോലെ 22 സംസ്ഥാനങ്ങൾ വലിയ വിപുലമായ സമരങ്ങൾ നടക്കുന്നു. ആ വിദ്യാർത്ഥികളുടെ നീതി, നീറ്റ് എഴുതിയ വിദ്യാർത്ഥികളുടെ, CBSE പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ നീതി, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ നടക്കണം. NDA എന്ന് പറയുന്ന സിസ്റ്റത്തെ സ്ക്രാപ്പ് ചെയ്യണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതോടൊപ്പം തന്നെ 7 ഡിമാൻഡാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI ഉയർത്തിയിട്ടുള്ളത്. അവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാകണം. ഇതിപ്പോ ഈ നീറ്റോ CBSE മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ 1 മാസം മുമ്പാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ട് വരുന്നത്. മോദി ഗവൺമെന്റിന്റെ, യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാർത്ഥികളോടുള്ള സമീപനം എന്താണ് എന്ന് തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് പൂട്ടപ്പെട്ട സ്കൂളുകളുടെ എണ്ണം 1,20,000 സർക്കാർ സ്കൂളുകൾ നരേന്ദ്രമോദി ഗവൺമെന്റ് പൂട്ടി. സാധാരണപ്പെട്ട വിദ്യാർത്ഥികളെ പഠിക്കുന്നതാ. നാളെ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന, എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ട 1,20,000 സർക്കാർ സ്കൂളുകൾ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പൂട്ടി എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി തന്നെ നീതി ആയോഗ് പറയുന്നു. ഞങ്ങൾ പൂട്ടി. ഇന്നും രാജ്യത്തിനകത്ത് 1 ലക്ഷത്തിലധികം വരുന്ന സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ, ഗവേഷക മേഖല വരെ കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് സമ്പത്ത് എങ്ങനെ കൈക്കലാക്കാം, അഴിമതിയുടെ കുത്തരങ്ങാക്കി പണം സമ്പാദിക്കാനുള്ള മേഖല ഇതിനെ മാറ്റാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കുണ്ട്. ആ നിലയിൽ രാജ്യത്തിന് മാതൃകയായ സമര പ്രക്ഷോഭങ്ങളാണ് കേരളത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ. നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, CBSEയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം 209ഓളം ഏരിയകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസം രാപ്പകൽ സമരം അതിന്റെ ഭാഗമായി നടക്കുന്നു. ഇവിടെ ഇന്നിപ്പോ വിദ്യാർത്ഥികളെ, എറണാകുളത്തെ തന്നെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓക്യുപ്പൈയിങ് ദി സ്ട്രീറ്റ്, സമരത്തെ കീഴടക്കുന്ന സമര തെരുവുകളെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീരുവായ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം പോലീസിനെയും സംവിധാനത്തെയും പട്ടാളത്തെയും ഉപയോഗിച്ചുകൊണ്ട്, സകല ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ, ശബ്ദമുയർത്തുന്ന ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം അതിജീവിച്ച് പ്രതിരോധിച്ചുകൊണ്ട് ഈ സമരത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ വിജയിക്കും. അതിന് സമരസപ്പെടാത്ത സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, വരും ദിവസങ്ങളിൽ ഇവിടെ ഉദ്ഘാടന പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഇത് എഫക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പം കേരളത്തിൽ മാത്രം 2 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. അതേ മാതൃകയിൽ തന്നെ ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ CBSE പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെ എല്ലാം ചെന്ന് കണ്ട് അവരുടെ പ്രതിസന്ധികളോടൊപ്പം, പ്രശ്നങ്ങളോടൊപ്പം ഒരു പരിഹാര മാർഗമായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ വേണ്ടിയുള്ള കാര്യം, ഇതിപ്പോ ഒരു പരീക്ഷാ സ്കാം മാത്രമല്ല. ഈ നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇപ്പൊ അവരുടെ നമ്മുടെ ഫീഡിനകത്ത് പരസ്യങ്ങൾ വരുമല്ലോ. ഇപ്പൊ അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും വരുന്ന പരസ്യം എന്ന് പറയുന്നത് ഒരു മെന്റൽ സ്ട്രെങ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഏജൻസികളുണ്ടല്ലോ, അതിന്റെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ പരീക്ഷ നടത്തിപ്പിലുള്ള കൊള്ള കൂടാതെ ഡേറ്റ പോലും ചോർത്തി കച്ചവടത്തിന് വേണ്ടി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടോടെ പറഞ്ഞു. JEE പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളുടെ ഡേറ്റ ചോർന്നു. ആ നിലയിൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായ തകർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളുമായി ഈ യൂണിയൻ ഗവൺമെന്റ് പോകുമ്പോൾ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തി നാളെയുടെ ഭാവിക്കായി, ഇന്ത്യയുടെ ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരസംഗമത്തിന്റെ ഭാഗമായ
വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിനു വേണ്ടിയുള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ സമരരൂപമായി ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക രംഗത്തും നിറസാന്നിധ്യമായ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ കൂടിയായ നമുക്ക് ഏറെ പ്രിയങ്കരനായ ധർമ്മരാജ് അഡാട്ട് മാഷ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമരത്തെയും വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്യുന്നതിന് പ്രിയപ്പെട്ട ധർമ്മരാജ് അഡാട്ട് മാഷിനെ സ്നേഹത്തോടെ ആവേശപൂർവ്വം ക്ഷണിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ വിപ്ലവ വിദ്യാർത്ഥി സംഘടന SFI കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പരമ്പരകളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത്. ഈ സമരത്തിന് കാരണമായിട്ടുള്ള വിവിധ പ്രശ്നങ്ങളെ സംഘടനയുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പി രാജീവ് സഖാവടക്കം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും ഈ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല. ഈ സമരത്തോടൊപ്പം ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം മാത്രമല്ല, വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ജനങ്ങളും സാധാരണക്കാരും കർഷകരും കർഷക തൊഴിലാളികളും അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഈ സമരത്തോട് ഐക്യപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുവാൻ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. സമീപകാലത്തെ ഇന്ത്യൻ അവസ്ഥ വളരെ അപകടകരമായ ദിശയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി തെരഞ്ഞെടുപ്പുകളും അട്ടിമറിക്കപ്പെട്ടു. ഇവിടെ പരാമർശിക്കപ്പെട്ടതായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയല്ല, നിരവധി പരീക്ഷകൾ അട്ടിമറിക്കപ്പെട്ടു. രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തന്നെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വീടില്ലാത്ത, വെള്ളവും വെളിച്ചവും ലഭിക്കാത്ത അതിദരിദ്രരായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞ ഒരു പശ്ചാത്തലം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക ഘടനയെ അട്ടിമറിച്ചു. പക്ഷേ
ഇത്തരം അട്ടിമറികൾക്കെതിരെ, അനീതിക്കും അസമത്വത്തിനും അക്രമങ്ങൾക്കുമെതിരെ പൊരുതേണ്ട ഇന്ത്യൻ ജനത ഇതെല്ലാം തങ്ങളുടെ വിധിയാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സുകളും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സമസ്ത തലങ്ങളിലുമുള്ള ഈ അട്ടിമറിയുടെ ഫലമായിട്ട് ഇന്ത്യൻ മനസ്സുകള് അതിഭയങ്കരമായ ഭയത്തിന് വിധേയമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലും ഇന്ത്യൻ മനസ്സുകളെ കീഴ്പ്പെടുത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, പൊതുവിദ്യാലയങ്ങൾ, പൊതുവിദ്യാഭ്യാസ ഘടന അതിനെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടമാക്കുക, ലാഭം കൊയ്യുന്നതിനുള്ള പ്രസ്ഥാനമാക്കി മാറ്റുക എന്ന സാമ്പത്തിക രീതിശാസ്ത്രം മുറുകെ പിടിക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാർ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിൻവാങ്ങുകയും തൽസ്ഥാനത്ത് സമാന്തരമായ വിദ്യാഭ്യാസ ശൃംഖല സ്ഥാപിക്കുന്നതിന്, അത് സ്ഥാപിച്ചുകൊണ്ട് ലാഭം കൊയ്യുന്നതിന് മാത്രമല്ല ജനങ്ങളുടെ മനസ്സുകളെ അടിമപ്പെടുത്തുന്നതിന് അതിശക്തമായ നിലപാടുകളും മാർഗങ്ങളുമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. RSSഉം അതിൻ്റെ വികസിത രൂപമായ സംഘപരിവാറും കഴിഞ്ഞ 100 വർഷങ്ങളിലധികമായി ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഉപയോഗപ്പെടുത്തിയ രീതിശാസ്ത്രം പഠിച്ചാൽ നമുക്ക് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. 10,000-കണക്കിന് സരസ്വതി വിദ്യാലയങ്ങളാണ്, 10,000-കണക്കിന് അമൃതഭാരതി വിദ്യാലയങ്ങളാണ്, വിശ്വഭാരതി വിദ്യാലയങ്ങളാണ് ഇന്ത്യയിലെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാലയങ്ങളിലൂടെ കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സ് പരിപൂർണമായും ഇവിടെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന ഒരു പുതിയ സങ്കല്പം രൂപപ്പെടുത്തി ചെറിയ കുട്ടികളിലടക്കം സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഫലമായി നമ്മൾ മുഖ്യധാരയിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും പിഴുതെറിഞ്ഞ ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും മതപരമായ ചിന്തകളും അന്ധവിശ്വാസങ്ങളും അതൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഒരു പുതിയ ഇന്ത്യ, ഹിന്ദുത്വ ഇന്ത്യ, അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ വളരെ കൃത്യതയോടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടി പുറത്തു വന്ന യുവസമൂഹം, വിദ്യാർത്ഥി സമൂഹം, അവർ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് നമുക്കറിയാം 2002 അങ്ങ് ഗുജറാത്തിലാണ്. 2002 നടന്ന ഗുജറാത്ത് കലാപം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത കർസേവകരിൽ ബഹുഭൂരിപക്ഷവും 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളായിരുന്നു. ആ യുവാക്കളൊക്കെ പരിശീലനം നേടിയത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ RSSഉം സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്ന
സമാന്തരമായ വിദ്യാലയങ്ങളിലൂടെ അവിടെ പഠിച്ച് അവിടെ ഫാസിസ്റ്റ് തന്ത്രമുണ്ടല്ലോ, ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിലെ പിടികൂടി വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഇത്തരം ആശയങ്ങൾ കുത്തിനിറച്ചുകൊണ്ട് അന്യമതസ്ഥരെ കൊന്നുകഴിഞ്ഞാൽ അതാണ് ഏറ്റവും പരമമായ സാർത്ഥകമായ ജീവിതം എന്നവനെ പഠിപ്പിച്ചുകൊണ്ട്, ഇത് അവർ മാത്രമല്ല, ഇന്ത്യയിലെ യാഥാസ്ഥിതിക മതവിശ്വാസങ്ങളും മതസംഘടനകളും, അത് ക്രൈസ്തവ സംഘടനകളായാലും ഇസ്ലാം സംഘടനകളായാലും യാഥാസ്ഥിതിക മതസംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമാന്തരമായ വിദ്യാലയങ്ങളിലൊക്കെ മതവൽകൃതമായ ഒരു സമൂഹത്തെ, ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ദൗത്യം, ആ ദൗത്യമാണ് അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ തലത്തിൽ അതിശക്തമായി പ്രാവർത്തികമാക്കിയ ആ തന്ത്രം സമീപകാലത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വ്യാപിപ്പിക്കുവാനുള്ള കഠിനമായ പരിശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതാണ്ട് മുഴുവൻ സർവകലാശാലകളെയും ഇന്ന് നയിക്കുന്നത് RSSുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട കാഡർമാരോ അനുഭാവികളോ ആണ് എന്നുള്ളത് പരമാർത്ഥമാണ്. സർവകലാശാലകൾ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട സമസ്ത തലങ്ങളിലും ഇത്തരക്കാരെ കുടിയിരുത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ ആശയ പ്രചാരണത്തിനുള്ള വേദികളാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക എന്ന ദൗത്യമാണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ഇടതുപക്ഷ മനസ്സുകൾ മാത്രമാണ് നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മനസ്സുകളെ തകർക്കുക, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുക, അത് SFI ആവാം, DYFI ആകാം, പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകാം, ജനാധിപത്യ പ്രസ്ഥാനങ്ങളാകാം, അവയെ തകർക്കുക. അവയെ തകർത്തു കഴിഞ്ഞാൽ മറ്റൊരു ബദൽ തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്ന ബോധ്യം ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിനെ തകർത്തത് നമുക്കറിയാം, ത്രിപുരയെ ശിഥിലമാക്കിയത് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കേരളത്തെ കൂടി ശിഥിലമാക്കുക എന്ന ദൗത്യമാണ്. അതിന് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ശക്തികളെ മാത്രമല്ല, മറിച്ച് സംഘപരിവാറുമായി നാഭീനാള ബന്ധമുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച, ഒരു കാലത്ത് നയിച്ച ആ പ്രസ്ഥാനത്തെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തില് ഇടതുപക്ഷ പുരോഗമന ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ആശയങ്ങൾ പിൻവാതിലിലൂടെ നടപ്പിലാക്കുക എന്ന തന്ത്രമാണ് അവർ സ്വീകരിച്ചതെങ്കിലും ഇപ്പോൾ മുൻവാതിൽ തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. ഗവർണറുമായി ഒരു തർക്കത്തിന് ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേന്ദ്ര സർക്കാരുമായി ഒരു തർക്കത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരളത്തിന്റെ ഭരണ സംവിധാനം പൂർണ്ണമായും സംഘപരിവാർ ആശയങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല പരിതോവസ്ഥയിലും ഇത്തരത്തിൽ കേരളത്തിലും ഇന്ത്യയിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ, ദേശവിരുദ്ധമായ, പുരോഗമന വിരുദ്ധമായ ആശയങ്ങൾക്കെതിരായിട്ട് പ്രതിരോധം തീർക്കേണ്ടത് വിദ്യാർത്ഥികളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യുവജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് നിർണായകമായ പങ്കുണ്ട്. അതിശക്തമായ ചെറുത്തുനിൽപ്പ്
ഇന്ത്യയുടെ തെരുവീഥികളിൽ സംഘടിപ്പിക്കേണ്ടതിന്റെ ബാധ്യത അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ബഹുജനങ്ങളും സാധാരണക്കാരായ ജനവിഭാഗങ്ങളും അത്തരം പോരാട്ടങ്ങളിൽ അണിനിരക്കേണ്ടത് അനിവാര്യതയാണ്. ആ അതിബൃഹത്തായ അതിവിപുലമായ പ്രതിരോധ നിരക്ക് മാത്രമേ ഫാസിസ്റ്റ് തന്ത്രങ്ങളെ അതിജീവിക്കാൻ കഴിയൂ. അതിനുതകുന്ന രീതിയിലുള്ള സമര പരമ്പരകള്, സമര രീതികള് അതുകൂടി ആസൂത്രണം ചെയ്യാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിപ്ലവ പ്രസ്ഥാനമായ SFIക്ക് കഴിയട്ടെ. അത് കഴിയും, അത് സാധ്യമാകട്ടെ എന്ന് മാത്രം. അതിനോടൊപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകളും അണിചേരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരം നൽകിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ അസോസിയേഷൻ്റെ എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട സഖാവ് MB ഷൈനി ഈ പ്രതിഷേധ സംഗമത്തിൽ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാവ് MB ഷൈനിയെ ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള SFIയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഡാട്ട് മാഷ് ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, ദീർഘമായ ഒരു സംഭാഷണത്തിന് ഇനി പ്രസക്തിയില്ല എന്ന് തന്നെ കരുതുകയാണ്. ഒന്ന്, സാധാരണഗതിയിൽ ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് നിങ്ങളുൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുന്നത്, വലിയ വലിയ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുതായി കാണാനും കേൾക്കാനും താല്പര്യപ്പെടുന്ന ആളുകളാണ് പുതിയ തലമുറയിലെ കുട്ടികൾ എന്നാണ് പൊതുവിൽ പറയുന്നത്. ഞാനിവിടെ വന്ന് ഇരിക്കുമ്പോൾ കുറച്ച് ആളുകളൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ പോയിട്ടുണ്ട് എങ്കിലും ഞാനിപ്പോഴും ഈ നമ്മുടെ ഇരിക്കുന്ന ആളുകളെ വീക്ഷിക്കുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കൾ ഈ പരിപാടിയെ അത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് SFI ഏറ്റെടുത്തിട്ടുള്ള സമരത്തിൻ്റെ പ്രസക്തി എന്ന് പറയുകയാണ്. കാരണം ഇന്ന് നാട് മുഴുവൻ ഈ വിഷയത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, നാഷണൽ വൈഡ് വലിയ സമരത്തിൻ്റെ പാതയിലാണ്. നമ്മൾ ഒരിക്കലും കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, ഞാനൊക്കെ SFIയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിലൊക്കെ വലിയ സമരത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരാൻ വേണ്ടി SFIക്ക് കഴിയുമോ എന്ന് ചിലപ്പോഴൊക്കെ സംശയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കടക്കം ചെല്ലാനും സമരം നടത്താനും ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പോലും കുറേയൊക്കെ വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും ഒക്കെ പങ്കുചേർക്കാനും വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് SFI ഏറ്റെടുത്തിട്ടുള്ള ഈ സമരത്തിൻ്റെ വിഷയം അത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതാണ്. 23 ലക്ഷം കുട്ടികളാണ് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 23 ലക്ഷം കുട്ടികൾ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയതൊരു 50 ലക്ഷം ആളുകളിലേക്ക് തീർച്ചയായും ഈ വിഷയം എത്തിയിട്ടുണ്ട്. 50-മല്ല, 75 ലക്ഷം മിനിമം. ഒരു കുട്ടിയാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ മിനിമം 75 ലക്ഷം പേരിലേക്കെങ്കിലും ഈ വിഷയം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം സമ്മർദ്ദത്തിലാണ് ഈ പറഞ്ഞ മനുഷ്യരെല്ലാം എന്നുള്ളതാണ്. ആ സമ്മർദ്ദം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി SFI തയ്യാറായതിലുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളൊക്കെ ഈ മഹിളാ അസോസിയേഷൻ്റെ എല്ലാം ഭാഗമായി നിൽക്കുമ്പോൾ പലപ്പോഴും പല വീടുകളിലേക്ക് അമ്മമാർ കൂടി ഉൾപ്പെടുന്ന സംഘടനയാണല്ലോ ഞങ്ങളുടെ മഹിളാ അസോസിയേഷൻ. തീർച്ചയായും അവരുമായി പല പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് പല ആളുകളും വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചത് ഇതിപ്പോൾ വിഷയമായപ്പോൾ പോലും അതിനെ എങ്ങനെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ്. കാരണം ഇപ്പോൾ ഈ വിഷയം ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ളതിന് അതിന് പ്രത്യേക ഏജൻസികളെ, അതിന് പ്രത്യേക സംവിധാനങ്ങളെ പറ്റിയുള്ള പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കച്ചവടവൽക്കരിക്കുക എന്നുള്ള നയമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറെ നാളുകളായി വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിനെ കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന് വലിയ താല്പര്യം ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യം വിദ്യാഭ്യാസ മേഖലയിൽ വന്നു എന്ന് പറയുമ്പോൾ അത് കച്ചവട താല്പര്യം മാത്രമാണ്. മറിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളോടുള്ള താല്പര്യമാണ് അവർക്ക് മുന്നിലുള്ളത് എങ്കിൽ കാലങ്ങളായി SFI ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം എന്നുള്ളത് നാഷണൽ ബഡ്ജറ്റിന്റെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് നീക്കി വെക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുക എന്നുള്ള ആവശ്യമാണ്. ആ ആവശ്യം ഇന്നേ വരെ അവർ പരിഗണിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ ആവശ്യം അവർ പരിഗണിക്കാൻ വേണ്ടി തയ്യാറാവാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ആവശ്യത്തെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഞാൻ ദീർഘമായി സംഭാഷണത്തിലേക്ക് മുതിരുന്നില്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടം ഉണ്ട് എന്നുള്ളതാണ് വെയ്പ്പ് മാത്രമാണ്. ആ ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട് എങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ആശങ്ക, ആ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആ ആവശ്യം പരിഗണിക്കാനും പരിഹരിക്കാനും വേണ്ടി തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് നാഷണൽ വൈഡായി വിദ്യാർത്ഥികൾ വലിയ സമരത്തിന്റെ പാതയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസത്തെയും വിദ്യാഭ്യാസം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും അറിയാത്ത ആളുകളാണ് കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. നരേന്ദ്രമോദിക്ക് എന്താണ് വിദ്യാഭ്യാസമെന്നും വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണെന്നും സ്കൂളിൽ പോകാത്ത നരേന്ദ്രമോദിക്ക് അറിയണമെന്നില്ലല്ലോ. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം ഒന്നായി നിൽക്കുന്നു. രണ്ടാമത്തത് വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിച്ച് വലതുപക്ഷത്തിന് കീഴ്പ്പെടുത്തുക എന്ന മുതലാളിത്തത്തിന് കീഴ്പ്പെടുത്തുക എന്നുള്ള നയമാണ്. അതിന്റെ ഭാഗമായി നേരത്തെ ഇവിടെ അഡാട്ട് മാഷ് സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവന്റെ കുട്ടികളെ, സാധാരണക്കാരന്റെ കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അത് കൂടുതൽ ശക്തിപ്പെടും. ഇതിനെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടി കഴിയണം. അതിനെങ്ങനെ കഴിയും എന്നുള്ളതിന് ചരിത്രം നമുക്ക് പല ഉദാഹരണങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നോളം നമ്മൾ നേടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമ്മൾ വലിയ സമരങ്ങൾ നടത്തി തന്നെയാണ് നേടിയിട്ടുള്ളത്. നമുക്ക് ബസ്സിൽ കിട്ടുന്ന കൺസെഷൻ, ഇപ്പോ കേരളത്തിനകത്ത് UDFന്റെ സർക്കാർ വന്നതിന്റെ ഒരു വിസ്മയം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ സമരങ്ങളിലൂടെയാണ്. സമരങ്ങൾക്ക് ഇനിയും പ്രസക്തിയുണ്ട്. നമ്മുടെ നാട്, ആ നാടിന്റെ ചരിത്രവും നമുക്ക് കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ, അവരുടെ വീട്ടിലെ കുട്ടികളുടെ ആശങ്ക മുഴുവൻ പരിഹരിക്കാൻ ഉതകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വലിയ സമര പോരാട്ടങ്ങൾ നടത്താൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രിയപ്പെട്ട SFI തയ്യാറെടുക്കുമ്പോൾ മഹിളകളുടെ സംഘടന, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും നൽകി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ സമര പ്രക്ഷോഭ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന സ്വാഗത പ്രസംഗത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി പ്രത്യേകമായി പരാമർശിച്ച രാജ്യത്തുണ്ടായ വളരെ സ്പോണ്ടേനിയസ് ആയൊരു യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അതിൻ്റെ സംസ്ഥാനത്ത് തന്നെ ഒരു വക്താവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇഷ മറിയം ഹാരിസ് നമ്മുടെ ഈ സമരപരിപാടിയിൽ എത്തിയിട്ടുണ്ട്. +2 വിദ്യാർത്ഥിയാണ് ഇഷ മറിയം ഹാരിസ്. ഇപ്പോൾ +2 പഠനം പൂർത്തിയാക്കിയതേ ഉള്ളൂ. ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ ഉറക്കെ സംസാരിക്കുക, പ്രതികരിക്കുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ മൂവ്മെൻറ്റിനോടൊപ്പം അണിചേരുന്ന പ്രിയപ്പെട്ട ഇഷ മറിയം ഹാരിസിനെ ഈ സമരപരിപാടിയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് ആവേശപൂർവ്വം SFIക്ക് വേണ്ടി ക്ഷണിക്കാം. ഗുഡ് ഈവനിങ്. ഞാൻ ഈ ഒരു സ്ഫിയറിലോട്ട് വന്നത് CJPയിൽ കൂടെയാണ് എന്നെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. CJP ഒരു മൂവ്മെൻറ്റായി ഇത്രയും വളരാൻ ഉള്ള ഏറ്റവും വലിയ കാരണം തന്നെ അവർ അപ്ഹോൾഡ് ചെയ്ത മാനിഫെസ്റ്റോയിനേക്കാളും അവർ ഉയർത്തിയ
നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്നുള്ള ആവശ്യമായിരുന്നു. അത് നീറ്റിൻ്റെയും നിഫ്റ്റിൻ്റെയും എല്ലാം CBSE എക്സാംസിൻ്റെ എല്ലാം കോണ്ടെക്സ്റ്റിൽ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കാതെ നമ്മളുടെ രാജ്യത്തെ സ്റ്റുഡൻസിൻ്റെ ഭാവി സെക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് താഴെ തട്ട് മുതലൊരു റിഫോം വേണം എന്നുള്ളൊരു രീതിയിലും, അതുപോലെ തന്നെ ആരും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഇവർ ചൂഷണം ചെയ്യുന്നതിന് അതുവഴിയും ഇവർ ലാഭം കൊയ്യാൻ നോക്കുന്നതിനെതിരെ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം കൂടെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ഫൈറ്റാണ്. കാരണം ഈ 2014 ശേഷം അധികാരത്തിലുള്ളവരുടെ പിഴവുകൾക്ക് അവരാരും ഉത്തരവാദിത്തം എടുക്കാതെ ചെറിയ പേരിനുള്ള കുറച്ച് നടപടികൾ കൂടെ അവർ അതിൽ നിന്നും ഊരി വരുന്ന രീതിയിൽ നമ്മൾ പല പ്രവണതകളും കാണുന്നുണ്ട്. ആൻഡ് ഇതിപ്പോൾ നമ്മൾ ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുന്നത് സ്റ്റുഡൻസിനുണ്ടായ ഇൻജസ്റ്റിസിനുള്ള ഒരു അതിനെ സോൾവ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഒരു കൾച്ചർ ഓഫ് അക്കൗണ്ടബിലിറ്റി അധികാരത്തിലുള്ളവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാനുള്ള ആ ഒരു അത് വീണ്ടും തുടർന്ന് വരണം. ഇനിയും ഇന്ത്യയിൽ അത് വീണ്ടും ഒന്നുകൂടെ ഉണ്ടായി വരണം എന്നുള്ളൊരു പ്രസിഡന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂവ്മെന്റിന്റെ ഈ ഒരു ആവശ്യത്തിന്റെ വേറൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇപ്പോൾ CJP നമുക്കറിയാം ഇന്ന് തൊട്ട് അടുത്തുള്ള ദിവസങ്ങളിലെല്ലാം ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അടുപ്പിച്ചെല്ലാം പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആൻഡ് ഈ പ്രൊട്ടസ്റ്റുകൾ ഇങ്ങനെ നടത്തുമ്പോൾ അവർക്ക് ആൾക്കാർ എത്തും എന്നൊരു കോൺഫിഡൻസ് വരുന്നത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉള്ള രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തതുമായ ജൻസിയെ ഒരു കാര്യത്തിൽ ഒന്നിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഇത്രയും ജൻസി ഒരുമിച്ച് വന്നതിൽ രാഷ്ട്രീയ ബോധം ഉള്ളവരുമുണ്ടെങ്കിലും പലരും രാഷ്ട്രീയപരമായി ഇല്ലാതെ ആ ഒരു ടോപ്പിക് അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമായതുകൊണ്ട് കൂടെ വന്ന ഒരുപാട് പേരുണ്ട്. ആൻഡ് എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരെയും കൂടെ മുന്നോട്ട് കൊണ്ടുവരിക, ഒന്നിപ്പിക്കുക എന്നുള്ളൊരു കാര്യം CJP ചെയ്തു. അതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം, ഇവരെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൂടെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത്. അത് CJP ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഇപ്പം ഇന്ത്യയിലെ ഈ നടക്കുന്ന പ്രശ്നങ്ങളിൽ അതൊരു എഡ്യൂക്കേഷണൽ ആ ഒരു സെക്ടറിൽ മാത്രം ഒതുക്കാതെ ഇപ്പം ഡെമോക്രസീനെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ രീതിയിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ജൻസിയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരു യൂത്ത് നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് ഈ SFI പോലുള്ള സ്റ്റുഡൻറ് യൂണിയൻസിന് അത് കറക്റ്റായിട്ട് അവരെ പൊളിറ്റിക്കലി അവെയർ ആക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സോഷ്യലിസത്തിൽ അടിസ്ഥാനമായ ഒരു പേഴ്സ്പെക്റ്റീവിൽ കൂടെ നമ്മൾ സൊസൈറ്റിയെയും പൊളിറ്റിക്സിനെയും എക്കണോമിക്സിനെയും കാണാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ശരിയായ രീതിയിൽ ഒരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഒരു മാറ്റമോ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഘടനകൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം, ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്കും അവർക്കിത് ഈ ലോകത്തിനെയും സമൂഹത്തിനെയും മനസ്സിലാക്കാൻ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജിയുടെ ബേസ് കൊടുക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും എൻ്റെ സോഷ്യൽ സർക്കിളിലാണെങ്കിലും പല കാര്യത്തിനെ പറ്റിയും രാഷ്ട്രീയപരമായി അഭിപ്രായം ഫോം ചെയ്യുമ്പോൾ അവർക്ക് ഐഡിയോളജിക്കൽ ബേസിസ് ഇല്ലാത്തതിൻ്റെ ഭയങ്കരമായൊരു പ്രശ്നം ആൾക്കാരിൽ ഞാൻ കാണുന്നുണ്ട്. സോ അത് ഞാനിവിടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇതുപോലുള്ള യൂണിയൻസ് ആ കാര്യം ശ്രദ്ധിക്കുമെന്നും അതിനുവേണ്ടി കുറച്ച് എഫേർട്സ് ഇടുമെന്നും. അതുപോലെ എനിക്ക് അവസരത്തിൽ എന്നെ ക്ഷണിച്ചതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഈ ഒരു CJP എന്ന് പറയുന്ന മൂവ്മെന്റ് പല പാർട്ടികളും എൻഡോഴ്സ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനോരോന്ന് പറയുമ്പോഴും അവർ ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല, ഞങ്ങൾക്കൊരു റെപ്രസെൻറ്റേഷൻ തരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ വാക്കുകളിൽ കൂടെ മാത്രം ചെയ്യുന്നൊരു ഇതായിരുന്നു. പക്ഷേ ജൻസീഡിന് ശരിക്കും മുന്നോട്ട് വരാനായിട്ട് ഒരു അവസരം തന്നതായിട്ട് ഞാൻ എന്നെ ഇവിടെ ക്ഷണിച്ചതിനെ കാണുന്നു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ, കേരളത്തിൽ സുദീർഘമായ മാധ്യമരംഗത്തെ അനുഭവസമ്പത്തുള്ള പ്രിയപ്പെട്ട KJ ജേക്കബ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നീറ്റ് വിഷയത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ നിരന്തരമായി SFIയുമായി ബന്ധപ്പെടുകയും ഈ വിഷയങ്ങളിലാകെ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത് സംബന്ധിച്ച് വിശാലമായ ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജേക്കബ് സാർ ഈ സമരപരിപാടിയുടെ ഭാഗമാകുന്നതിൽ അതിയായ സന്തോഷം SFIക്കുണ്ട് എന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തെ
അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് കേരളത്തിലെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റ് പ്രിയപ്പെട്ട KJ ജേക്കബ് സാറിനെ ആവേശത്തോടെ ക്ഷണിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു മുൻ SFIക്കാരൻ പോലും അല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ അഭിവാദ്യങ്ങളുടെ രൂപമൊന്നും വലിയ പിടുത്തമില്ല. ഞാൻ പഠിച്ച കോളേജിലൊക്കെ SFI ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു SFIക്കാരനായിരുന്നില്ല. പക്ഷെ വന്നു ഇപ്പം കേരളത്തിൽ 2 വർത്തമാനം പറയുകയാണെങ്കിൽ SFIക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം കൂടി കാണുന്നുണ്ട്. ഇപ്പോൾ SFIക്കാർ സമരം ചെയ്യാൻ വേണ്ടി പോകുമ്പം നിങ്ങൾ തല്ല് മേടിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് സ്വത്ത് വീതം വെച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഞാൻ കാണുന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, അയ്യോ തല്ല് മേടിച്ചപ്പോൾ ഇവർക്ക് പോയല്ലോ, ഇവരുടെ വീട്ടുകാർക്ക് പോയല്ലോ എന്നാണ് ഞാൻ കാണുന്നത്. പണ്ട് AK ആൻ്റണി ഒരെണ്ണ സമരം നടത്തിയപ്പോഴും വിമോചന സമരം നടത്തിയപ്പോഴും നമ്മുടെ ആലപ്പുഴയിലെ MLA തല്ല് മേടിച്ചപ്പോഴും ഈ വർത്തമാനം നമ്മൾ കേട്ടില്ല. SFIക്കാർ തല്ല് വാങ്ങുമ്പോൾ മാത്രമാണ് ഈ വർത്തമാനം, അയ്യോ അവരുടെ പേരൻസിന് പോയല്ലോ, ഈ പിള്ളേരുടെ വിദ്യാഭ്യാസം എന്താകും എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വലിയ ഒരു ആകുലതയായിട്ട് വരുന്നത്. നിങ്ങളത് പരിഗണിക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ ആശ്വാസവും സന്തോഷവുമുണ്ട്. അതിന് നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇത് നീറ്റ് പരീക്ഷ, CBSEയുടെ 12ാം ക്ലാസ്, അതിനുശേഷം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, ഈ 3 പരീക്ഷകൾ ഈ വർഷം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കുളവായി കിടക്കുകയാണ്. ഇത് ഒരു സാധാരണ സംഭവമല്ല. നമ്മളിതിനകത്ത് കാണേണ്ടത്, നീറ്റ് പരീക്ഷയ്ക്ക് ഇതിനു മുമ്പും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചോദ്യപേപ്പർ ചോർന്നതായിട്ടൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നത് ഏതെങ്കിലും റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഒരു സെൻറ്ററിൽ ചോദ്യപേപ്പർ രാത്രിയിൽ അത് വെക്കുന്ന ലോക്കറിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് അത് ലോക്കലി വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു ചെറിയ കോട്ടറിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് ഈ ടെസ്റ്റ് നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സെറ്റ് ചെയ്ത, ഈ ചോദ്യപേപ്പർ സെറ്റ് ചെയ്ത അധ്യാപകർ ഇതിൽ വിൽക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അത് ദുർബലമായി കൊണ്ടിരിക്കുന്നു. അവിടുത്തെ സെറ്റ്, അവിടുത്തെ കൺട്രോൾ അത് ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ നിയന്ത്രിക്കുന്ന സർക്കാർ ദുർബലമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അതായത് നമ്മുടെ രാജ്യത്തെ പകുതിയിലധികം ആളുകൾ 30-ൽ താഴെ പ്രായമുള്ള ആളുകളാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വപ്നതുല്യമായ രാജ്യമാണ്. കാരണം ജോലി ചെയ്യാൻ, ഇക്കണോമിയുടെ ഭാഗമാകാൻ തയ്യാറുള്ള വലിയൊരു വിഭാഗം മനുഷ്യർ, വലിയൊരു ജനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്താണ് സർക്കാർ അവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവരുടെ വർത്തമാനത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ഇപ്പോൾ ഒരു നീറ്റ് പരീക്ഷ, അത് വരേണ്യ മനുഷ്യരുടെ പരീക്ഷയല്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ അപ്വേർഡ് മൊബിലിറ്റി, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള മനുഷ്യരെ, ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യരെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരീക്ഷയുടെ ഭാഗമാണ്. അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി മെറിറ്റുള്ള ഒരു കുട്ടിക്ക് മുൻപോട്ട് വരാനുള്ള ഒരവസരമാണ്. ആ അവസരം എത്ര ലാഘവത്തോടു കൂടിയാണ് അത് മുഴുവൻ അലമ്പാക്കി കഴിഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള മട്ടിൽ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നടക്കുന്നത്. അദ്ദേഹം നാടുനീളെ നടന്ന് RSSൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട, അവരുടെ 3 ത്രിഭാഷ പോളിസി, ഇത് മുഴുവൻ രാജ്യം മുഴുവൻ നടപ്പാക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടികളുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് പോകേണ്ട 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അവരുടെ ഉത്തരപേപ്പർ അല്ല കിട്ടുന്നത്, അതല്ല വാല്യൂ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലേക്ക് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ ഒരു പരിഹാസപാത്രമായി നിൽക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ ചില്ലറ എക്സാമിനേഷൻ നടത്താൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ കണക്കാക്കേണ്ടത്, നിങ്ങൾ ഒക്കെ നിങ്ങളുടെ പേരൻസ് ഉണ്ടാകുന്ന അവരുടെ ചെറുപ്പകാലത്ത്, വെച്ചാൽ എൻ്റെ പ്രായമുള്ള മനുഷ്യരുടെ കുഞ്ഞായിരിക്കുന്ന 70കളിൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വിശേഷമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു സാമ്പത്തിക ക്രമത്തിൻ്റെ ഭാഗമായി ഒരു പ്രശ്നമുണ്ടാകുന്നു. അത് ക്യാമ്പസുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു.
അപ്പം ക്യാമ്പസിലെ കുട്ടികൾക്ക് മനസ്സിലാകുന്നു ഇതിൻ്റെ പിറകിലുള്ളത് ഞങ്ങളുടെ താല്പര്യമല്ല, ഇത് ഭരണവർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞങ്ങളെ ബലിയാടുകളാക്കുകയാണ് എന്ന് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ തിരിച്ചറിയുന്നു. അവരുടെ മെസ് ഫീസ് കൂട്ടിയപ്പോൾ അവർ സമരവുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമരം ബീഹാറിലേക്ക് കത്തിപ്പടരുന്നു. ആ സമരത്തിൽ കുട്ടികൾ ചെന്ന്, വിദ്യാർത്ഥികൾ ചെന്ന് ജയപ്രകാശ് നാരായണനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള വലിയ സമരം നമ്മുടെ നാട്ടിൽ നടന്നതും അടിയന്തരാവസ്ഥയെ ഈ നാട്ടിലെ ജനങ്ങൾ ഇല്ലാണ്ടാക്കിയത്. ഇത് ചരിത്രമാണ്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടാൻ കൂടിയാണ് അടിയന്തരാവസ്ഥ ഉണ്ടായത്. വലിയ റെയിൽവേ സമരങ്ങളുണ്ടായി. നമ്മുടെ നാട്ടിൽ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഭരണകൂടം മാത്രം മതി എന്ന് ഭരണകൂടത്തോട് പറയാൻ വിദ്യാർത്ഥികളായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ഇപ്പം പക്ഷേ വിദ്യാർത്ഥികൾ ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. ഞാനത് പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം അത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തുന്നതെന്ന് നമ്മൾ നാടൻ ഭാഷയെ പറയും. സമൂഹത്തിൽ ഇതിന് നമുക്ക് മുമ്പേ പോയ മനുഷ്യർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ യഥാവിധി അനുഭവിച്ചിട്ടും ജീവിതത്തിൽ ഇനി പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല എന്ന് കണ്ടു കഴിയുമ്പം മറ്റ് ലൂയി നാലാമൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ അവർക്ക് അപ്പമില്ല, അവർക്ക് ബ്രെഡില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കേക്ക് കഴിച്ചുകൂടാ എന്നുള്ള മട്ടിൽ ചോദ്യം ചോദിക്കുന്ന അരാഷ്ട്രീയ കോമരങ്ങൾ ബുദ്ധിജീവികളായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വേണം അവരെ വിചാരണ ചെയ്യാൻ. ഈ ക്രിമിനൽ കൂട്ടത്തെ വിചാരണ ചെയ്യാൻ നിങ്ങൾ വേണം. സമരം ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ അവൻ്റെ അടിസ്ഥാനപരമായ ചോദനകളിൽ ഒന്നാണ്. നിലനിൽക്കുന്ന സമ്പ്രദായം അനീതി നിറഞ്ഞതാണ് എങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പണിയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ ഈ അരാഷ്ട്രീയ ബുദ്ധിജീവി കൂട്ടത്തോട് പറയേണ്ടതുണ്ട്. ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് എങ്കിൽ, ഞങ്ങൾ തല്ല് മേടിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ പോയവർ വാങ്ങിയ തല്ലിൻ്റെ ബാക്കി കൊണ്ടാണ്. 100 വർഷം മുമ്പ് ഈ കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം നടന്ന എന്തിനായിരുന്നു? വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി. നിങ്ങളാരും വിചാരിക്കരുത് ഈ കേരളം ഇങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ കാലത്തും എന്നുള്ളത്. നിങ്ങളുടെ മഹാരാജാസ് കോളേജിൽ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന പലരും 100 വർഷം മുമ്പാണെങ്കിൽ അവർക്കൊരു കോളേജിന് പടി ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. കഷ്ടപ്പെട്ടെടുത്ത് ഉണ്ടാക്കിയെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ. അത് വെറുതെ ആരും തന്നതല്ല. അത് സമരം ചെയ്ത് മനുഷ്യർ മരിച്ചു പോയിട്ട് കൂടി കിട്ടിയ കാര്യങ്ങളാണ്. വൈക്കത്തൊരു ദളവാക്കുളമുണ്ട്, നിങ്ങൾക്കറിയാം. അതിലൂടെ വഴി നടക്കാൻ പോയ മനുഷ്യരെ വെട്ടിയെരിഞ്ഞ് കൊന്നിട്ട ഇതാണ്. 150 വർഷമേ ഉള്ളൂ അവിടെ. നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ ലോകാവസാനം മുതൽ തുടങ്ങും മുതൽ ഇങ്ങനെ ആയിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ലത്. ഓരോ ദിവസവും ഈ വ്യവസ്ഥയെങ്കിലും നിലനിന്ന് കിട്ടണമെങ്കിൽ നിങ്ങളും ഞാനും സമരം ചെയ്തേ പറ്റൂ. ആ സമരം എന്നുള്ളത് അതിനെ ഒരുതരം ട്രാഷ് ചെയ്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ കൂടി എതിർക്കാനുള്ള, അതൊരു അസംബന്ധമാണ് എന്ന് പറയാനുള്ള, അത് മനുഷ്യരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ മനുഷ്യരോട് പറയണം, നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ, നിങ്ങളുടെ 3400 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ എയർ കണ്ടീഷൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ വർത്തമാനം പറയുമ്പം നിങ്ങൾ ആരുടെ ചെലവിലാണ് അവിടെ ഇരുന്ന് ഈ വർത്തമാനം പറയുന്നത്? എത്ര തലമുറ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി 3 നേരത്ത്? എത്ര തലമുറ മുമ്പാണ് നിങ്ങൾക്ക് അക്ഷരാഭ്യാസം കിട്ടിയത്? ഈ പറയുന്ന പലരും ഞാനതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ SFIയുടെ സമരത്തെ, ഇടതുപക്ഷ മുന്നണിയിലെ വിദ്യാർത്ഥി സംഘങ്ങളുടെ സമരത്തെ, ഇടതുപക്ഷങ്ങളുടെ സമരത്തെ മുഴുവൻ ട്രാഷ് ചെയ്യാൻ, അതിനെ പരിഹസിക്കാനുള്ള ഒരു പുതിയ കലാപരിപാടി കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാനും കൂടി നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഒരു സമരം എന്നാൽ നിലനിൽക്കുന്ന മിനിമമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമുക്ക് കിട്ടാനും ഇനി അതിലേക്ക് കൂടുതൽ വഷളായി പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം. എന്തുകൊണ്ടാണ് ഈ പരീക്ഷയുടെ പേരിൽ ഈ നാട്ടിലെ കുട്ടികൾ മുഴുവൻ ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പം കോക്രോച്ചുകളുടെ കാര്യം പറഞ്ഞു. എത്ര കാഷ്വലായിട്ടാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ശരിക്കും ഹരിയാനയിലെ ഒരു നാട്ടുപ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ്. ഞാനും നിങ്ങളുമൊക്കെ സംസാരിക്കുന്ന വളരെ സാധാരണ ഭാഷ സംസാരിക്കുന്ന വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായിരുന്നു നോക്കുമ്പം നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കൊക്രോച്ചുകളായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ആ തോന്നൽ വെറുതെ ഉള്ളൊരു തോന്നലല്ല. ആ തോന്നൽ വരുന്നത് അദ്ദേഹം ഇടപെടുന്ന ഒരു സമൂഹത്തിന് ചില മനുഷ്യർ കൊക്രോച്ചുകളായി, ലെസ് ദാൻ ഹ്യൂമൻ, മനുഷ്യരിൽ താഴെയുള്ളവരായിട്ട് അവർക്ക് തോന്നുകയാണ്. ഇവരെന്തിനാണ് ഇതിലേക്കൂടെ പറ്റിക്കൂടി നടക്കുന്നത്? ഇവർക്കെന്താണ് കാര്യം? ഈ ലോകം ഞങ്ങളുടേതല്ലേ, ഈ രാജ്യം ഞങ്ങളുടേതല്ലേ എന്ന് അവർക്ക് തോന്നുകയാണ്.
അതാണ് ആ ഭാഷണമായിട്ട് തിരിച്ചു വരുന്നത്. ബൈബിളിലൊരു വാക്കുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നുവെന്ന്. ഒരു വാക്കും വെറുതെ വരുന്നതല്ല, അത് പെൻഡപ്പായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ആ വർത്തമാനം വരിക. കോക്രോച്ച് എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ട് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറയും നമ്മൾ ലോകത്തിലെ 4ാമത്തെ എക്കണോമിയായി, അതിപ്പോൾ തിരിച്ച് 6ാമത്തേതായി. ഇങ്ങനെ പറയുമ്പം വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചാൽ, പെർ ക്യാപിറ്റ GDP എടുക്കുമ്പോൾ നമ്മുടെ രാജ്യം 147 മറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ഉള്ളത് കൊണ്ടൊരു GDP ഉണ്ട് എന്നുള്ളതല്ലാതെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം അതിൻ്റെ കണക്കെടുത്താൽ ലോകത്തിൽ 100 150 സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. അതിൻ്റെ പുറത്ത് വേറെ ഏതോ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തിൻ്റെ കണക്കുകളാണ് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഭരണകൂടവും നമ്മളോട് പറയുന്നത്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ മുഖ്യ ന്യായാധിപൻ പറയുന്നത് ആ കൂട്ടത്തിൽപ്പെടാത്ത ആളുകൾ അവർക്ക് കോക്രോച്ചുകളാണ് എന്ന്, അവർക്ക് പാറ്റകളാണ്, കൂറകളാണ് എന്ന് പറയുന്നത്. ഇതൊരു മനോഭാവമാണ്. അത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പീഠം മുതൽ നമ്മുടെ നാട്ടിലെ ഊണുമേശയിൽ ഇരുന്ന് വെറുതെ വർത്തമാനം പറയുന്ന മനുഷ്യൻ്റെ അടുത്ത് വരെ ഇത്തരമൊരു ബോധമുണ്ട്. ഈ ബോധത്തിൻ്റെ കുമിള കുത്തിപ്പൊട്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ കേരളം എന്ന് പറഞ്ഞൊരു നാട്, ഒരു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? KCS മണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ഒരു സമരം, അതിൽ എത്ര മനുഷ്യരാണ് ഇല്ലാണ്ടായിപ്പോയത്? ഈ കേരളം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയാണ്. ഇന്ത്യയുടെ ഭാഗമായി കേരളം ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നത്, ഇന്ത്യക്കാരെന്ന ലെവലിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് മുമ്പേ പോയ മനുഷ്യർ ചൊരിഞ്ഞ ചോരയുടെ ബാക്കി കൊണ്ടാണ്. നിങ്ങൾ അതിൻ്റെ നേരവകാശികളാണ്. അത് ചെറിയ കാര്യമല്ല. ആ സമര ചരിത്രത്തിൻ്റെ ആ പാരമ്പര്യത്തിന് നേരവകാശികൾ എന്ന നിലയ്ക്കാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണ്? വളരെ ലളിതമാണ്. ഈ രാജ്യത്തിലെ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മെഡിക്കൽ കോളേജിൽ, അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ, അതല്ലെങ്കിൽ 12ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് ആ പരീക്ഷ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇതിൻ്റെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായ മന്ത്രിക്കുണ്ട്. ആ പണിയെടുക്കാൻ അയാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ ഇറങ്ങിപ്പോകണം. നിങ്ങളുടെ ആവശ്യം അത്രയേ ഉള്ളൂ. നിങ്ങൾ അതിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യണം. 2 കാര്യങ്ങൾ. ഒന്ന്, ആ ആവശ്യം ന്യായമാണ്, ആ ആവശ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും സമരം ചെയ്യാൻ നിങ്ങളുണ്ടാവണം. 2, സമരം എന്നുള്ളത് വളരെ മോശമാണ് എന്ന് ചിന്തിക്കുന്ന ഈ ചീഫ് ജസ്റ്റിസിൻ്റെ മാതിരിയുള്ള ചിന്തകളുള്ള മനുഷ്യരോട് അത് ശരിയായ കാര്യമല്ല. മനുഷ്യർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ മനുഷ്യരിൽ താഴെയുള്ളവരല്ല. ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. ഞങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. അപ്പം നിങ്ങൾ വായിക്കുന്നുണ്ടാവും, ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിലില്ലാത്ത നമ്മുടെ GDP ഉയരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ്ഘടനകളിൽ ഒന്ന് ഇന്ത്യയുടേതാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറയുന്നു. നല്ല കാര്യം, സന്തോഷം. പക്ഷെ എവിടെയാണ് തൊഴിൽ? എവിടെയാണ് കുട്ടികൾക്ക് തൊഴിൽ? ഇതെന്തുകൊണ്ട് വരുന്നില്ല? ഈ തൊഴിൽ എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾ എന്ത് തരം ഭരണമാണ് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം അവരോടാരും ചോദിക്കാനുണ്ടായില്ലെങ്കിൽ അവർ ഈ വഴിയിൽ തന്നെ പോകും. പണ്ട് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചൊരു കഥയുള്ള കാര്യമായിരിക്കും. BJP-കാരനാണെങ്കിലും സാമാന്യം ഹൃദയമുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പം നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ഇപ്പം നടത്തുന്ന പോലെ ഒരു സമരം നടത്തുന്നു. ഡൽഹിയിലെ ബോട്ട് ക്ലബ്ബിൽ അവർ ഒരു വലിയ റാലി നടത്തുന്നു. റാലിയുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൃഷിക്കാർ അവിടെ സമരം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ, സമരം ചെയ്യുന്ന മുദ്രാവാക്യം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഇല്ല, അവരോട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ കേൾക്കുന്നില്ല. എന്താണ് അദ്ദേഹം പറയുന്നത്? ഭരണാധികാരി കേൾക്കെ, അവർ കേൾക്കുന്ന വിധത്തിൽ, അവർ കേൾക്കുന്നത് വരെ സമരം ചെയ്തെങ്കിൽ നമ്മുടെ നാടിന് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഒരു ഭരണാധികാരിയും ഒരു തീരുമാനവും നമ്മുടെ ആരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരില്ല. മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുട്ടികൾ സമരം ചെയ്യണം. സമരം ചെയ്തെങ്കിലേ വരുമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. നികുതി കൊടുക്കുന്നവർക്ക് മാത്രം വോട്ടവകാശമുള്ളൊരു കാലമുണ്ടായിരുന്നു. അമേരിക്കയിൽ എന്നാണ് കറുത്ത വർഗ്ഗക്കാരുടെ വോട്ടവകാശം ഉണ്ടായത്? എന്നാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായത്? ഓരോ തരം അവകാശങ്ങളും നമ്മൾ പിടിച്ചു വാങ്ങുന്നതാണ്. നിങ്ങൾ ഇന്ന് സമരം ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾക്ക് ശേഷം വരുന്ന കുട്ടികൾ അതീവ ദരിദ്രരായി അവർ തിരിച്ചു പോകും. അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എണീറ്റ് നിന്ന് അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയാൻ നിങ്ങളുണ്ട് എന്നുള്ളതിനെ ഞാൻ അത്യധികം
അഭിമാനത്തോടു കൂടി കാണുന്നു. നിങ്ങളുടെ സമരത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ സമരം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങളുടെ ആവശ്യം വളരെ ലളിതമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമുള്ള, ഈ നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി അയാളുടെ പണി ചെയ്യുന്നില്ല. അയാൾ ലക്ഷക്കണക്കിനായ കുട്ടികളെ അയാൾ അപമാനിച്ചിരിക്കുന്നു. അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. 6 കുട്ടികൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു വന്നത്. 6 മനുഷ്യർ, 6 കുഞ്ഞുങ്ങൾ അവർ ആത്മഹത്യ ചെയ്തു. 22 ലക്ഷം കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷ അലമ്പാക്കിക്കളഞ്ഞു. ഒരു മന്ത്രിക്ക് എന്ത് അവകാശമാണ് ആ സ്ഥാനത്ത് തുടരാനെന്നുള്ള ചോദ്യം ഡൽഹി വരെ പുതിയ കർത്തവ്യ പത്തിൽ അതിലപ്പുറത്തും ഇപ്പുറത്തുമായി വന്നിരിക്കുന്ന മന്ത്രി ഓഫീസുകളിൽ പ്രധാനമന്ത്രി കേൾക്കത്തക്ക വിധത്തിൽ ഉറക്കെ മുദ്രാവാക്യം ഈ രാജ്യത്ത് മുഴുവൻ മുഴങ്ങേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ SFIയുടെ ശബ്ദം, SFIയിലെ അംഗങ്ങളുടെ ശബ്ദം ഉറക്കെ ഉണ്ടാകും എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നതിനെ പരിപാടിയിലേക്ക് വിളിച്ചതിന് സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. താങ്ക്സ്. നമ്മുടെ സമരത്തിൻ്റെ ഭാഗമായ പൊതുസമ്മേളനം അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്നു. ഈ സമരത്തിൻ്റെ ഭാഗമായ ഈ വിദ്യാർത്ഥി സംഗമത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുന്നതിന് SFIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് ആശിഷ് സാനന്ദിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് കഴിഞ്ഞ 30-ലേറെ ദിവസങ്ങളിലായി രാജ്യവ്യാപകമായി രാജ്യത്തെ അനേക ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന, ചോദ്യമുനയിലേക്ക് കൊണ്ടെത്തിച്ച രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ വലിയ പ്രക്ഷോഭത്തിലാണ് രാജ്യത്തിനകത്തെ വിദ്യാർത്ഥിത്വം. ഇന്ന് ഈ സമരത്തിന്, പ്രതിഷേധത്തിന്, വിദ്യാർത്ഥി റാലിക്ക് അധ്യക്ഷത വഹിച്ചത് SFI സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് M ശിവപ്രസാദാണ്. സഖാവിന് ഈ സമര സദസ്സിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമരത്തിന് സ്വാഗതം ആശംസിച്ചത് SFI കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് PS സഞ്ജീവാണ്. സഞ്ജീവിന് ഈ സമര സദസ്സിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള സഖാവ് P രാജീവാണ്. സഖാവിന് SFI കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് ഇവിടെ സംസാരിച്ച SFI അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് ആദർശം സജിക്ക് SFI കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമരത്തിനകത്ത് സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ സഖാവ് ഡോക്ടർ ധർമ്മരാജ് അഡാഡ് മാഷ് പങ്കെടുത്തിരുന്നു. നമ്മെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചിരുന്നു. മാഷിന് ഈ സമരത്തിൻ്റെയും SFI സംസ്ഥാന കമ്മിറ്റിയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമരത്തിൽ ഐഡ്വയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും SFI മുൻ ജില്ലാ ഭാരവാഹി കൂടിയായിരുന്ന സഖാവ് MB ഷൈനി പങ്കെടുത്തിരുന്നു. സഖാവിന് ഈ സമരത്തിൻ്റെ പേരിലും SFI കേരള സംസ്ഥാന കമ്മിറ്റിയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രശസ്തനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് സാർ ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സാറിന് SFI കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്പോക്ക് പേഴ്സൺ കൂടിയായിരുന്ന SFIയോട് ഐക്യപ്പെട്ട് ഈ സമരത്തിൻ്റെ ഭാഗമായ ഇഷ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും, ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥി സഖാക്കൾക്കും, വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നും, വിവിധ ക്യാമ്പസ് യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നും, സർവകലാശാലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കൾക്കും ഒറ്റവാക്കിൽ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന സഖാക്കളെ അഭിവാദ്യങ്ങൾ.